ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് പ്രോസസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. അതായത് നമ്മൾ പറഞ്ഞു, ഒരു ഉൽപ്പാദകനോ അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം നിർമ്മിച്ച് വിൽക്കുന്ന വ്യക്തിയോ അയാളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നേരിട്ടുള്ള ഒരു വിപണന രീതിയാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു വിപണന രീതിയുടെ പ്രക്രിയകൾ എന്തൊക്കെയാണ്, തുടർ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യമാണ് പ്രീ സെയിൽ പ്രിപ്പറേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽപ്പനയ്ക്ക് മുമ്പുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ അകത്ത് നമ്മൾ നടത്തേണ്ടത്. ആ കാര്യമാണ് പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ സെയിൽ പ്രിപ്പറേഷൻ. ഒരു ഉൽപ്പന്നം വിറ്റഴിക്കുന്നതിന് മുമ്പ് ഏതൊക്കെ തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് എടുക്കേണ്ടത്? ഫസ്റ്റ് കാര്യം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പേഴ്സൺ സെല്ലിംഗ് ഈസ് ദ പ്രിപ്പറേഷൻ ഓഫ് സെയിൽ പേഴ്സൺ. ദ സെയിൽസ് പേഴ്സൺ മസ്റ്റ് ബി പ്രോപ്പർലി സെലക്റ്റഡ്, ട്രെയിൻഡ് ആൻഡ് മോട്ടിവേറ്റഡ് ഫോർ ദി ജോബ്. ഏറ്റവും ആദ്യത്തെ, അതായത് പേഴ്സൺ സെല്ലിങ്ങിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് വ്യക്തിയായിക്കോട്ടെ അയാളുടെ ഉൽപ്പന്നങ്ങൾ ഏത് വിപണിയിലാണോ വിറ്റഴിക്കാൻ ആഗ്രഹിക്കുന്നത് ആ വിപണിയിൽ അയാളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സഹായിക്കുന്ന ഏതെങ്കിലും ഒരു സെയിൽസ് പ്രതിനിധിയെ ശരിയായ രീതിയിൽ തിരഞ്ഞെടുക്കുക എന്നതാണ് പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് ഏതൊരു ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ അയാളുടെ ഉൽപ്പന്നങ്ങൾ ഏതെങ്കിലും ഒരു കസ്റ്റമർ വിപണിയിൽ വിറ്റഴിക്കാൻ സഹായിക്കുന്ന ഏതെങ്കിലും ഒരു സെയിൽസ് പേഴ്സണെ അല്ലെങ്കിൽ വിൽപ്പനയ്ക്ക് സഹായിക്കുന്ന ഏതെങ്കിലും ഒരു പ്രതിനിധിയെ സെലക്ട് ചെയ്യുക, തിരഞ്ഞെടുക്കുക. അയാൾക്ക് ആ ജോലിയിൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഉൽപ്പാദകനെ സഹായിക്കുന്ന വിപണന രംഗത്ത് വേണ്ട പരിശീലനവും വൈദഗ്ധ്യവും അതുപോലെ തന്നെ പ്രചോദനവും നൽകുക. ആ രീതിയിൽ എന്താണ്, ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങൾ ശരിയായ രീതിയിൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുകയും കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഉൽപ്പന്നങ്ങളുടെ വിറ്റുവരവ് വർദ്ധിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ ഉൽപ്പാദകന് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഉൽപ്പന്ന വിപണന വിപണിയിൽ സഹായിക്കുകയും ചെയ്യുക. ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആളെ ശരിയായ രീതിയിൽ കണ്ടെത്തുക എന്നതാണ് പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞേക്കുന്നത്, they must be fully familiar with the producer, the product, മാർക്കറ്റ് ആൻഡ് സെല്ലിംഗ് ടെക്നിക്ക്. ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നം വിറ്റഴിക്കാൻ സഹായിക്കുന്ന സെയിൽസ് പേഴ്സൺസിന് അദ്ദേഹത്തിൻ്റെ ഉൽപ്പാദകൻ അദ്ദേഹത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ഏത് വിപണിയിലാണ് വിറ്റഴിക്കുന്നത്, ഏതൊക്കെ രീതിയിലുള്ള വിപണന തന്ത്രങ്ങളാണ് പ്രധാനമായിട്ടും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്നത്, ഇത് കൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉൽപ്പന്നങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്, അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ, നേട്ടങ്ങൾ മുതലായിട്ട് അതിൻ്റെ ഉപയോഗരീതി എങ്ങനെയാണ്, ഇവയെ പറ്റിയൊക്കെയുള്ള ശരിയായ ജ്ഞാനവും അതുപോലെ തന്നെ അറിവും ഉണ്ടായിരിക്കണം ഉൽപ്പന്നം വിറ്റഴിക്കാൻ ഉൽപ്പാദകനെ സഹായിക്കുന്ന സെയിൽസ് പേഴ്സൺസിന്. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങളെ ശരിയായ രീതിയിൽ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ എത്തിക്കുവാനും കസ്റ്റമേഴ്സിനെ കണ്ടെത്തി ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുവാനും സെയിൽസ് പേഴ്സണിന് കഴിയുകയുള്ളൂ. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം എന്താ പറഞ്ഞേക്കുന്നത്, ദേ മസ്റ്റ് ബി ഫുള്ളി അവെയർ ദ മോട്ടിവേഷൻ ആൻഡ് ബിഹേവിയർ ഓഫ് ദി പീപ്പിൾ ഹു ആർ പ്രോസ്പെക്റ്റീവ് കൺസ്യൂമർ. ദേ ഷുഡ് ആൾസോ ബി well informed about the nature of competition and nature of competitors' product. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സഹായിക്കുന്ന സെയിൽസ് പ്രതിനിധികൾ മസ്റ്റായിട്ടും അറിഞ്ഞിട്ടുണ്ടാകണം ഈ ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ടും അറിഞ്ഞിട്ടുണ്ടാകണം. എങ്കിൽ മാത്രമേ ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങൾ ആ തരത്തിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തതയുള്ളതെന്ന് അവരുടെ മുമ്പിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ ഈ സെയിൽസ് പ്രതിനിധികൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സഹായിക്കുന്ന സെയിൽസ് പ്രതിനിധികൾ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിനെ കണ്ടെത്തുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകളുടെ ആവശ്യകതയെ നിറവേറ്റാൻ സഹായിക്കുന്നതാണ് എന്ന് അല്ലെങ്കിൽ സഹായിക്കാൻ പര്യാപ്തമാണ് എന്ന് കസ്റ്റമേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുള്ളവരായിരിക്കണം. അങ്ങനെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളുടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയെന്ന് തിരിച്ചറിയാൻ സാധിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്താ പറഞ്ഞേക്കുന്നത്, ഇത് കൂടാതെ തന്നെ ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നം വിറ്റഴിക്കാൻ സഹായിക്കുന്ന സെയിൽസ് പ്രതിനിധികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന വിപണിയിലെ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ പറ്റിയും അതുപോലെ തന്നെ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഉൽപ്പന്നങ്ങളെ പറ്റിയും കൃത്യമായിട്ടും ഈ സെയിൽസ് പ്രതിനിധികൾ അറിഞ്ഞിട്ടുണ്ടാകണം. എങ്കിൽ മാത്രമേ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന സെയിൽസ് തന്ത്രങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കുവാനും അതിന് എഗനസ്റ്റായിട്ട് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണന മൂല്യം ലഭിക്കുവാനും വിപണന ആധിപത്യം ഉറപ്പാക്കുവാനും വേണ്ടിയുള്ള രീതിയിൽ
വിൽപ്പനാ തന്ത്രങ്ങൾ രൂപവൽക്കരിക്കുവാനും ഈ സെയിൽസ് പ്രതിനിധികൾക്ക് സാധിക്കുകയുള്ളൂ. ഇത്രയുമാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേഴ്സൺ സെല്ലിങ്ങിൽ. പേഴ്സൺ സെല്ലിംഗ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ആഗ്രഹിക്കുന്ന ഉൽപ്പാദകർ മികവുറ്റ കഴിവുള്ള സെയിൽസ് പ്രതിനിധികളെ കണ്ടെത്തുകയും അവർക്ക് ആ വിപണന മേഖലയിൽ വേണ്ട പരിശീലനവും വൈദഗ്ധ്യവും പരിജ്ഞാനവും പ്രദാനം ചെയ്യുക. ഇത് കൂടാതെ തന്നെ എന്താണ്, സെയിൽസ് പ്രതിനിധികൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള അറിവ്, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന വിപണിയെ പറ്റിയുള്ള അറിവ്, അതുകൂടാതെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വിപണന തന്ത്രങ്ങൾ മുതലായവ പരിശീലിപ്പിച്ചു കൊടുക്കുക. ഇത് കൂടാതെ തന്നെ എന്താണ്, സെയിൽസ് പ്രതിനിധികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ആഗ്രഹിക്കുന്ന വിപണിയിലെ കസ്റ്റമേഴ്സിൻ്റെ സ്വഭാവവും അവരുടെ അഭിരുചികളെയും മനസ്സിലാക്കുക. അതിനനുസരിച്ചുകൊണ്ട് വിപണന തന്ത്രങ്ങൾ രൂപവൽക്കരിക്കുക. ഇത് കൂടാതെ തന്നെ എന്താണ്, തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന വിപണന മാർക്കറ്റിൽ ഉള്ള കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഉൽപ്പന്നങ്ങളെ പറ്റി അറിയുക, അവരുടെ വിപണന തന്ത്രങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കുക. ഈ മുതലായ കാര്യങ്ങളെയൊക്കെയും മനസ്സിലാക്കിയതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ, ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സഹായിക്കുന്ന സെയിൽസ് പ്രതിനിധികൾ വിപണന തന്ത്രങ്ങളും അതുപോലെ തന്നെ സെയിൽസ് ടെക്നിക്സും രൂപവൽക്കരിക്കുവാൻ. ഓക്കെ, പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസ്പെക്റ്റിംഗ് ആൻഡ് ലൊക്കേറ്റിംഗ് ദി പ്രോസ്പെക്റ്റീവ് ബയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങൾ ഭാവിയിൽ വാങ്ങി ഉപയോഗിക്കുമെന്ന് ഉറപ്പുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക എന്നതാണ് പ്രധാനമായിട്ടും രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതാണ് പ്രോസ്പെക്റ്റിംഗ് ലൊക്കേറ്റിംഗ് ദ പ്രോസ്പെക്റ്റീവ് ബയർ കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഭാവിയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക എന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. It refers to searching and identifying potential buyers for the product and satisfactory screening them to make sure that the sales effort will not go waste. അതായത് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഭാവിയിൽ വാങ്ങി ഉപയോഗിക്കുമെന്ന് ഉറപ്പുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക, അവരുടെ മുന്നിൽ തങ്ങളുടെ വിൽപ്പന സന്ദേശം അല്ലെങ്കിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക എന്നതാണ് പ്രധാനമായിട്ടും രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ പറയുന്നത് പേഴ്സൺ സെല്ലിങ്ങിൽ. ഇതുകൊണ്ട് എന്താ പ്രയോജനമെന്ന് വെച്ച് കഴിഞ്ഞാൽ, തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ ഉറപ്പുള്ള കസ്റ്റമേഴ്സിനെ മാത്രം കണ്ടെത്തുകയും അവരുടെ മുമ്പിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങളെ വിറ്റഴിക്കാൻ വേണ്ടിയുള്ള വിപണന ശ്രമങ്ങൾ അല്ലെങ്കിൽ വിപണന തന്ത്രങ്ങൾ പ്രയോഗിക്കുകയും ചെയ്യുന്നു. തൽഫലമായിട്ട് തങ്ങളുടെ വിപണന ശ്രമങ്ങൾക്കുണ്ടാകുന്ന പാഴ്ചെലവ് കുറയ്ക്കുവാൻ ഇത് ഉൽപ്പാദകനെ സഹായിക്കുന്നു. ഇത് രണ്ടാമത്തെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നവരായ കസ്റ്റമർ സമൂഹത്തെ കണ്ടെത്തുകയും അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ അഭിരുചികൾ എന്തൊക്കെയാണ് എന്നിവ തിരിച്ചറിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ആ കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളെയും അഭിരുചികളെയും നിറവേറ്റുവാൻ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പര്യാപ്തമാണ് എന്ന് കസ്റ്റമേഴ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയുള്ള വിപണന തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുക. തൽഫലമായിട്ട് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കും, ഭാവിയിലും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഈ കസ്റ്റമേഴ്സ് തുടർച്ചയായിട്ട് വാങ്ങിക്കൊള്ളുമെന്ന് ഉറപ്പുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്തുകയും അവരുടെ മുമ്പിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വിൽപ്പനാ ശ്രമ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു. ആ തരത്തിൽ ഉള്ള കാര്യമാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതുവഴി തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങി ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്, അവരുടെ പ്രധാനപ്പെട്ട ആവശ്യകതകൾ എന്തൊക്കെയാണ്, അവരുടെ അഭിരുചികൾ എന്തൊക്കെയാണ്, അവരുടെ മുമ്പിൽ വിൽപ്പന പദ്ധതികൾ നടപ്പിലാക്കുകയും അതുവഴി വിൽപ്പന പദ്ധതികൾ പാഴായി പോകാതെ കൃത്യമായ രീതിയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുവാനും അവരെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ നിർബന്ധരാക്കി തീർക്കുവാനും അതുവഴി തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന മൂലം വർദ്ധിപ്പിച്ചെടുക്കുവാനും ശ്രമിക്കുക എന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് അപ്രോച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സ്റ്റെപ്പ് എന്താണ്, പേഴ്സൺ സെല്ലിങ്ങിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി സഹായിക്കുന്ന സെയിൽസ് പ്രതിനിധികളെ കണ്ടെത്തുക. രണ്ടാമത്തെ കാര്യം എന്താണ്, തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക അല്ലെങ്കിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് അപ്രോച്ചിങ്. അതായത് ആ രീതിയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്തി അവരുടെ ഇടയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ നേട്ടങ്ങളും സവിശേഷതകളും അവതരിപ്പിച്ചുകൊണ്ട് ആ കസ്റ്റമേഴ്സിനെ സമീപിക്കുന്നു. അതുവഴി ആ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള ഒരു അനുകൂല നിലപാട് വളർത്തിയെടുക്കുകയും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിടുകയും ചെയ്യുക എന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കാം. അപ്രോച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെ സമീപിക്കുക, അതായത് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിനെ സമീപിക്കുക എന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. എന്താ പറഞ്ഞേക്കുന്നത് വായിച്ച് നോക്കാം.
After collecting all the relevant information about the prospective buyer, the salesman should approach the customer in a polite and uh, dignified way and introduce himself and his product. Okay, അതായത് സെയിൽസ് പേഴ്സൺ, അതായത് ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സഹായിക്കുന്ന സെയിൽസ് പ്രതിനിധി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ചതിന് ശേഷം ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഏറ്റവും മാന്യമായ രീതിയിൽ അവരുടെ ഇടയിൽ സമീപിക്കുക, ആ കസ്റ്റമേഴ്സിനെ സമീപിക്കുക. കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നത്തെയും അതുപോലെ തന്നെ സെയിൽസ് പ്രതിനിധി സ്വയവും പരിചയപ്പെടുത്തുക, ഏറ്റവും കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഏറ്റവും മതിയായ രീതിയിൽ മതിപ്പുളവാക്കുന്ന രീതിയിൽ സ്വയം പരിചയപ്പെടുത്തുക എന്നതാണ് ഏറ്റവും മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് സെയിൽസ്മാൻ ഒരു ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്തുകയും ആ കസ്റ്റമേഴ്സിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ചതിന് ശേഷം ഈ ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സഹായിക്കുന്ന സെയിൽസ് പ്രതിനിധി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നത്തെയും അതുപോലെ തന്നെ സെയിൽസ് പ്രതിനിധിയും സ്വയം ഏറ്റവും മാന്യമായ രീതിയിൽ കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ ആ ഉൽപ്പന്നത്തെ പറ്റിയുള്ള ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നത്തെ പറ്റിയുള്ള വിവരങ്ങളും സെയിൽസ് പ്രതിനിധിയെ പറ്റിയുള്ള വിവരങ്ങളും ഏറ്റവും മാന്യമായ രീതിയിൽ അവതരിപ്പിക്കുക. കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ മതിപ്പുളവാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്താണ് ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കുന്ന രീതിയിൽ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഏറ്റവും മതിപ്പുളവാക്കുന്ന രീതിയിൽ വിൽപ്പന സന്ദേശം അവതരിപ്പിക്കുക. ഇതാണ് ആ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, കസ്റ്റമേഴ്സിനെ സമീപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഏതൊരു സെയിൽസ് പ്രതിനിധിയാണെങ്കിലും ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള വിവരങ്ങളും ഉൽപ്പാദകനെ പറ്റിയുള്ള വിവരങ്ങളും കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഏറ്റവും നല്ല രീതിയിൽ വേണം കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ. അങ്ങനെ അവതരിപ്പിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നത്തെ പറ്റിയും അതുപോലെ തന്നെ സെയിൽസ് പ്രതിനിധിയെ പറ്റിയും നല്ലൊരു അനുകൂല നിലപാട് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സെയിൽസ് പ്രതിനിധി ഏതൊരു ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സഹായിക്കുന്ന സെയിൽസ് പ്രതിനിധിയാണെങ്കിലും അദ്ദേഹം ഓരോരോ കസ്റ്റമേഴ്സിനെയും സമീപിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ഓരോ കസ്റ്റമേഴ്സിനെയും സമീപിക്കാൻ. കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, കസ്റ്റമേഴ്സിൻ്റെ പ്രധാനപ്പെട്ട അഭിരുചികൾ എന്തൊക്കെയാണ്, ഇത് ഏത് രീതിയിലുള്ള കസ്റ്റമറാണ്, ആ കസ്റ്റമേഴ്സിനെ ഏത് രൂപത്തിൽ സമീപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ കസ്റ്റമറുമായിട്ട് ഏത് രീതിയിൽ സമീപിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സിനെ കൊണ്ട് വാങ്ങിപ്പിക്കാം എന്ന് ഉള്ള ഒരു തരത്തിൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഇടപെടുമ്പോൾ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഏറ്റവും ശ്രദ്ധയോടുകൂടി വേണം ഓരോരോ കസ്റ്റമേഴ്സിനെയും സമീപിക്കുവാൻ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ്, if the salesman is busy in attending other consumer, he should assure the new customers that he would be attend very soon. He should be careful first impression. അപ്പോൾ ചിലപ്പോൾ എന്താണ്, ഒരു സെയിൽസ്മാൻ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ബാക്കിയുള്ള കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ തിരക്കിലാവുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ഏതെങ്കിലും കസ്റ്റമേഴ്സ് ആ സമയത്ത് സെയിൽസ്മാനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ സെയിൽസ്മാൻ തിരക്കിലായിരിക്കും എങ്കിൽ തന്നെയും എന്താണ് ആ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ അദ്ദേഹത്തെ ഉടനെ തന്നെ ബന്ധപ്പെട്ടുകൊള്ളാമെന്നും അല്ലെങ്കിൽ എന്താണ് സെയിൽസ് പേഴ്സണും ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുവാൻ സെയിൽസ് പ്രതിനിധികൾക്ക് സാധിച്ചിട്ടുണ്ടാകണം. അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു വിപണന ബന്ധം നിലനിർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് ശരിയായ വിപണിയിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കപ്പെടുന്ന വിപണിയിൽ നല്ലൊരു മതിപ്പും അതുപോലെ തന്നെ നല്ലൊരു വിപണന മൂല്യം ലഭിക്കുകയുള്ളൂ. ഇതാണ് പ്രധാനമായിട്ടും ആ ഒരൊറ്റ പോയിന്റിൽ പറയുന്നത്. അപ്പോൾ ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സഹായിക്കുന്ന സെയിൽസ് പ്രതിനിധികൾ ഏതെങ്കിലും തരത്തിൽ ആ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന കസ്റ്റമർ സമൂഹത്തെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ആ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി ആ കസ്റ്റമേഴ്സിനെ സമീപിക്കുകയും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണ്, ആദ്യമേ തന്നെ ആ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഉൽപ്പന്നത്തെ പറ്റിയും അതുപോലെ തന്നെ ഉൽപ്പാദകനെ പറ്റിയും നല്ല രീതിയിൽ ഒരു അനുകൂല നിലപാട് ഉണ്ടാക്കുന്ന തരത്തിലും മതിപ്പുണ്ടാക്കുന്ന തരത്തിലായിരിക്കണം സെയിൽസ് പേഴ്സൺ അല്ലെങ്കിൽ സെയിൽസ് പ്രതിനിധി ആ കസ്റ്റമേഴ്സിനെ സമീപിക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കസ്റ്റമേഴ്സും വ്യത്യസ്തരായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യകതയും അവരുടെ ഓരോരുത്തരുടെയും
അഭിരുചികളും എന്തെന്ന് പ്രത്യേകം തിരിച്ചറിഞ്ഞതിന് ശേഷം വേണം ഓരോ കസ്റ്റമേഴ്സിൻ്റെ അടുത്തും സെയിൽസ് പ്രതിനിധി ഉൽപ്പന്നത്തിൻ്റെ വിപണനത്തിന് വേണ്ടി ചെന്ന് ചേരുവാൻ. അതിനുശേഷം ഓരോ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളും അവരുടെ ആവശ്യകതകളും മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് വേണം തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ പറ്റിയുള്ള കാര്യങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ. ഓരോ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളും അവരുടെ അഭിരുചികളും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഓരോ കസ്റ്റമേഴ്സിൻ്റെ അഭിരുചികളെയും ആവശ്യങ്ങളെയും നിറവേറ്റുവാൻ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രാപ്തമാണ് എന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കണം സെയിൽസ് പ്രതിനിധികൾ കസ്റ്റമേഴ്സിനെ പറഞ്ഞ് ബോധവൽക്കരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, സെയിൽസ് പ്രതിനിധിയുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു വിപണന മൂല്യം ലഭിക്കുകയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും കാരണവശാൽ സെയിൽസ് പ്രതിനിധികൾ ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സഹായിക്കുന്ന സെയിൽസ് പ്രതിനിധികൾ തിരക്കിലാവുകയോ അല്ല എങ്കിൽ എന്താണ് അവർ മറ്റേതെങ്കിലും തരത്തിൽ തിരക്കിലാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്താണ് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് ഈ സെയിൽസ് പ്രതിനിധികളെ സമീപിക്കുന്നതെങ്കിൽ ഉടനെ തന്നെ ആ തിരക്കുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ കസ്റ്റമേഴ്സുമായിട്ട് വിപണന ബന്ധത്തിൽ ഏർപ്പെട്ടു കൊള്ളാമെന്ന് സെയിൽസ് പ്രതിനിധികൾ കസ്റ്റമേഴ്സിനെ അറിയിച്ചിട്ടുണ്ടാകണം. അങ്ങനെ കസ്റ്റമേഴ്സുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു വാണിജ്യ വ്യാപാര ബന്ധം നിലനിർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വിപണന മൂല്യവും ലഭിക്കുകയുള്ളൂ. ഓക്കെ, ദീർഘകാല വ്യാപാര ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുവാൻ ഇത് വളരെയധികം ആവശ്യമാണ്. ആ രീതിയിലായിരിക്കണം ഏതൊരു സെയിൽസ് പ്രതിനിധികളും കസ്റ്റമേഴ്സുമായിട്ട് ബന്ധപ്പെടേണ്ടത് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ സമീപിക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻറ്റേഷൻ. അതായത് കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ തങ്ങളുടെ നാലാമത്തെ സ്റ്റെപ്പാണ് കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ സെയിൽസ് പ്രതിനിധി ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നത്തെ ഏത് രീതിയിലാണ് അവതരിപ്പിക്കുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും ആ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം എന്ന് പറയുന്നത്. അതാണ് തൊട്ട് താഴേക്ക് പറഞ്ഞേക്കുന്നത്. ദ സെയിൽസ് പേഴ്സൺ ഇൻ ദി സ്റ്റേജ് ഹാസ് ടു ഗെയിൻ the attention of the customer. For the purpose of he should present his product and describe the characteristics in a brief. He should understand attitude of the customers and match with his attitude so that he may be able to hold his attention and create interest in the product. ഇനി നാലാമത്തെ ഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങളെ കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നതാണ് നാലാമത്തെ ഘട്ടമെന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നത്തിലേക്ക് കസ്റ്റമേഴ്സിൻ്റെ ശ്രദ്ധയെ പരമാവധി ആകർഷിക്കുക. ആ രീതിയിൽ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും ഉൽപ്പന്നങ്ങളുടെ നേട്ടങ്ങളും സവിശേഷതകളും കസ്റ്റമേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ ശ്രദ്ധയെ പ്രൊഡക്റ്റിന് അനുകൂലമാക്കി മാറ്റുവാൻ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സഹായിക്കുന്ന ഉൽപ്പാദകൻ്റെ സെയിൽസ് പ്രതിനിധികൾക്ക് സാധിച്ചിട്ടുണ്ടാകണം. ഇത് കൂടാതെ തന്നെ എന്താണ്, കസ്റ്റമേഴ്സിൻ്റെ സ്വഭാവത്തിനനുസരിച്ചുകൊണ്ടും കസ്റ്റമേഴ്സിൻ്റെ മനോഭാവങ്ങൾക്കനുസരിച്ചുകൊണ്ടും ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശയങ്ങളെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുവാനും സെയിൽസ് പ്രതിനിധികൾക്ക് സാധിച്ചിട്ടുണ്ടാകണം. ഈ തരത്തിൽ അവരുടെ മനോഭാവങ്ങൾക്കും അവരുടെ അഭിരുചികൾക്കും അവരുടെ സ്വഭാവങ്ങൾക്കനുസൃതമായി ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളെ കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ ശ്രദ്ധയെ ഉൽപ്പന്നത്തിലേക്ക് ആകർഷിക്കുന്ന രീതിയാണ് അവതരണം കൊണ്ട് അഥവാ നാലാമത്തെ പ്രസൻറ്റേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കസ്റ്റമേഴ്സിൻ്റെ മനോഭാവങ്ങൾക്കനുസരിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അനുസരിച്ചുകൊണ്ടും കസ്റ്റമേഴ്സിൻ്റെ ശ്രദ്ധയെ ഉൽപ്പന്നത്തിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ ആയിരിക്കണം സെയിൽസ് പ്രതിനിധികൾ ഉൽപ്പന്നത്തെ പറ്റിയുള്ള വിവരങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത്. ഇങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുന്ന തരത്തിൽ അവരുടെ മനോഭാവങ്ങൾക്കനുസൃതമായിക്കൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുകയും കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഉൽപ്പന്നങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുക എന്നതാണ് നാലാമത്തെ ഘട്ടത്തിൽ സെയിൽസ് പ്രതിനിധികൾ ചെയ്യേണ്ടത്. ഇനി അഞ്ചാമത്തെ ഘട്ടമാണ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഡെമോൺസ്ട്രേഷൻ ഈസ് ദ വൺ ഓഫ് ദി ബെസ്റ്റ് മെത്തേഡ് ഓഫ് പ്രസൻറ്റേഷൻ. If necessary, the salesperson should demonstrate working of the product. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമോൺസ്ട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെയാണ് തങ്ങളുടെ ആശയങ്ങളെ ഏറ്റവും ക്രിയാത്മകമായിട്ട് പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നത്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങളുടെ പ്രകടനവും പ്രദർശനത്തെയുമാണ് ഡെമോൺസ്ട്രേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഉൽപ്പാദകൻ വിൽപ്പനയ്ക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ
കസ്റ്റമേഴ്സിൻ്റെ ശ്രദ്ധയെ ആ പ്രൊഡക്റ്റിന് അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ രീതികൾ ഉപയോഗിക്കാവുന്നതാണ്. അതുവഴി സെയിൽസ് പ്രതിനിധികൾക്ക് ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങളെ ഏറ്റവും മനോഹരമായിട്ട് കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുവാനും കസ്റ്റമേഴ്സിൻ്റെ ശ്രദ്ധയെ ഉൽപ്പന്നത്തിലേക്ക് ആകർഷിക്കുവാനും സാധിക്കും. ഈ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ ഡമ്മി ആയിട്ടുള്ള പ്രദർശന രീതികൾ, അതായത് ഉൽപ്പന്നങ്ങളുടെ സവിശേഷതകളും അതിൻ്റെ ഉപയോഗ രീതിയും അതിൻ്റെ നേട്ടങ്ങളും എന്തെന്ന് വിശദീകരിക്കാൻ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള പ്ലക്കാർഡുകൾ, ബ്രോഷറുകൾ, പ്രൊഡക്റ്റിൻ്റെ ഡമ്മി ഉൽപ്പന്നങ്ങൾ മുതലായവ കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ ശ്രദ്ധയെ ഉൽപ്പന്നത്തിന് അനുകൂലമാക്കി മാറ്റുവാൻ വേണ്ടി സെയിൽസ് പ്രതിനിധികൾ ശ്രമിക്കാറുണ്ട്. ഈ തരത്തിൽ കസ്റ്റമേഴ്സിന് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗ രീതിയും അതിൻ്റെ നേട്ടങ്ങളും സവിശേഷതകളും മനസ്സിലാക്കി കൊടുക്കുന്നതിലൂടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനുള്ള ഒരു താല്പര്യം കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡെമോൺസ്ട്രേഷൻ ഇസ് ദ വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് പ്രസൻറ്റേഷൻ. അതായത് ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങളെ കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ ശരിയായ രീതിയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശരിയായ മെത്തേഡാണ്, ശരിയായ ഒരു അവതരണ രീതിയാണെന്ന് പറയുന്നത് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇഫ് നെസസറി സെയിൽസ് പേഴ്സൺ ഷുഡ് ഡിസ്പ്ലേ ഡെമോൺസ്ട്രേറ്റ് വർക്കിംഗ് ഓഫ് ദി പ്രോഡക്റ്റ്. ഏതെങ്കിലും തരത്തിൽ ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗ രീതി എങ്ങനെയെന്ന് കസ്റ്റമേഴ്സിന് മനസ്സിലാകണമെങ്കിൽ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഈ ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ ഉപയോഗ രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കുവാൻ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഡെമോൺസ്ട്രേഷൻ്റെ സഹായത്തോടു കൂടി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗ രീതിയെ കസ്റ്റമേഴ്സിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ സെയിൽസ് പ്രതിനിധികൾക്ക് സാധിക്കും. He should describe the utilities of the product brief through the demonstration so that the customer realize the need of the product, satisfy his wants. Okay, അതായത് ഒരു ഡെമ്മി പ്രോഡക്റ്റിൻ്റെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ എന്താണ്, ഉൽപ്പാദകൻ വിൽപ്പനയ്ക്ക് വാഗ്ദാനം ചെയ്ത് കസ്റ്റമേഴ്സിൻ്റെ മുമ്പിലേക്ക് വിൽപ്പനയ്ക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന, അയാൾ വിൽക്കാൻ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റുകൾ, അതിൻ്റെ ചെറിയൊരു ആ പ്രോഡക്റ്റിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് കസ്റ്റമേഴ്സിന് മുമ്പിൽ ഒരു ഡെമ്മി പ്രസൻറ്റ് ചെയ്യുകയാണ്. ഈ പ്രോഡക്റ്റുകൾ ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ ഉപയോഗ രീതി ഇങ്ങനെയാണ് എന്ന് ഒരു സെയിൽസ് പ്രതിനിധി കസ്റ്റമേഴ്സിന് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ ഉൽപ്പന്നം തങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ പ്രാപ്തിയുള്ളതാണ്, അതിൻ്റെ ഉപയോഗ രീതി ഇങ്ങനെയാണ് എന്ന് കൃത്യമായിട്ടും കസ്റ്റമേഴ്സിന് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഡെമോൺസ്ട്രേഷൻ കൊണ്ട് അർത്ഥമാകുന്നത്, ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്ന ഘട്ടത്തിൽ പ്രധാനമായിട്ടും സെയിൽസ് പ്രതിനിധികൾ എന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഉപയോഗ രീതി എങ്ങനെയാണ്, അതിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ചും കസ്റ്റമേഴ്സിന് ഒരു ഡെമോ പ്രോഡക്റ്റിൻ്റെ സഹായത്തോടു കൂടി കസ്റ്റമേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക. അതുവഴി കസ്റ്റമേഴ്സിന് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ ഉൽപ്പന്നം പ്രാപ്തമാണ്, അതിന് സാധിക്കുന്ന തരത്തിലുള്ള മികവുറ്റ ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു സെയിൽസ് പ്രതിനിധികൾ തങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്ന് കസ്റ്റമേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അവരിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് പ്രധാനമായിട്ടും ഈ ഒരു ഘട്ടത്തിൽ നടക്കുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡിങ് ദി ഒബ്ജക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഹെഡിങ് ദി ഒബ്ജക്ഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് ഹാൻഡ്ലിംഗ് ദി ഒബ്ജക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കസ്റ്റമേഴ്സ് ഉയർത്തുന്ന ഈ രീതിയിൽ ഉൽപ്പാദകൻ തങ്ങളുടെ ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ ഒരു ഡെമോൺസ്ട്രേഷൻ്റെ സഹായത്തോടു കൂടി കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ നിന്നും പല രീതിയിലുള്ള എതിർപ്പുകളും ഉയർന്നു വരും. അവയെ ശരിയായ രീതിയിൽ അതിൽ കൈകാര്യം ചെയ്യുക എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ അർത്ഥമാക്കുന്നത്. ഓക്കെ, ഹാൻഡ്ലിംഗ് ദി ഒബ്ജക്ഷൻ കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എവറി കസ്റ്റമർ വാണ്ട് ടു മേക്ക് ബെസ്റ്റ് ബാർഗെയിൻ ഫോർ ദ മണി he is spending, presentation and demonstration of the product are likely to create some doubts and objection in the minds of the prospectus. അതായത് ഉൽപ്പാദകൻ തങ്ങളുടെ ഉൽപ്പന്നത്തെ ഏതെങ്കിലും സെയിൽസ് പ്രതിനിധിയുടെ സഹായത്തോടു കൂടി കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ വിറ്റഴിക്കാൻ വേണ്ടി അവതരിപ്പിക്കുന്നു. ആ സമയത്ത് കസ്റ്റമേഴ്സ് തങ്ങൾ മുടക്കുന്ന പൈസയ്ക്ക് തുല്യമായ രീതിയിൽ തങ്ങൾ എത്ര രൂപയാണോ മുടക്കുന്നത് അതിന് ആനുപാതികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനാണ് എല്ലാ കസ്റ്റമേഴ്സും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ ഒരു സെയിൽസ് പ്രതിനിധി ഏതെങ്കിലും ഒരു ഉൽപ്പന്നം തങ്ങളുടെ മുമ്പിൽ കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും അതിൻ്റെ നേട്ടങ്ങളും സവിശേഷതകളും ഉപയോഗ രീതിയും വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് പണപരമായിട്ടുള്ള കാര്യങ്ങളിലും ഉൽപ്പന്നത്തിൻ്റെ വിലയെ സംബന്ധിച്ചിടത്തോളം പല സംശയങ്ങളും അതുപോലെ തന്നെ പല കാഴ്ചപ്പാടുകളും
സെയിൽസ് പ്രതിനിധികളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ടാകാം. അപ്പോൾ ആ തരത്തിൽ കസ്റ്റമേഴ്സ് ഉയർത്തുന്ന ഓരോരോ സംശയങ്ങളെയും അവരുടെ കാഴ്ചപ്പാടുകൾക്കും അവരുടെ ചോദ്യങ്ങൾക്കും ശരിയായ രീതിയിൽ മറുപടി നൽകിക്കൊണ്ട് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ വേണ്ടിയുള്ള ഒരു താല്പര്യം കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് പ്രധാനമായിട്ടും ഈ ഒരു ഘട്ടത്തിൽ സെയിൽസ് പ്രതിനിധികൾ ചെയ്യേണ്ടത്. അപ്പോൾ ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നത്തെ സംബന്ധിക്കുന്ന പല സംശയങ്ങളും പല കാഴ്ചപ്പാടുകളും പല കസ്റ്റമേഴ്സിനും ഉണ്ടാകാം. കാരണം അവർ മുടക്കുന്ന പൈസയ്ക്ക് ആനുപാതികമായിട്ടുള്ള ഒരു നേട്ടമാണ് അവർ ഉൽപ്പന്നങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. സോ അവർ പലതരത്തിലുള്ള സംശയങ്ങളും പല രീതിയിലുള്ള കാഴ്ചപ്പാടുകളും സെയിൽസ് പ്രതിനിധികളുടെ മുമ്പിലോ ഉൽപ്പാദകൻ്റെ മുമ്പിലോ അവതരിപ്പിക്കുന്നുണ്ടാകാം. ആ തരത്തിൽ അവർ ഈ കസ്റ്റമേഴ്സ് ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഈ വെല്ലുവിളികളായ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളെയും കസ്റ്റമേഴ്സിൻ്റെ സംശയങ്ങളെയും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള അനുകൂല നിലപാട് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനമായിട്ടും ഈ ഘട്ടത്തിൽ സെയിൽസ് പ്രതിനിധികളും അതുപോലെ തന്നെ ഉൽപ്പാദകനും ശ്രമിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സെയിൽസ് പേഴ്സൺ ഷുഡ് ബി റെഡി ടു ക്ലിയർ ഓൾ ദ ഡൗട്ട്സ് ആൻഡ് എൻക്വയറീസ് ഫ്രം ദി കസ്റ്റമേഴ്സ്. ഓക്കെ, അപ്പോൾ കസ്റ്റമർ ഉയർത്തുന്ന എല്ലാ സംശയങ്ങൾക്കും എല്ലാ അന്വേഷണങ്ങൾക്കും കസ്റ്റമേഴ്സിന് തൃപ്തികരമായ രീതിയിൽ മറുപടി നൽകുവാൻ സെയിൽസ് പ്രതിനിധികൾ ബാധ്യതയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് ഉയർത്തുന്ന എല്ലാ രീതിയിലുള്ള സംശയങ്ങളും എല്ലാ രീതിയിലുള്ള ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള എല്ലാ അന്വേഷണങ്ങളും ശരിയായ രീതിയിൽ കസ്റ്റമേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുവഴി എന്താണ് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ വേണ്ടിയുള്ളൊരു താല്പര്യം സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് പ്രധാനമായിട്ടും ഈ ഒരു ഘട്ടത്തിൽ ചെയ്യുന്നത്. അതായത് കസ്റ്റമേഴ്സ് ഉയർത്തുന്ന ഒരു ഉൽപ്പന്നം ഉൽപ്പാദകൻ കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് അവർ മുടക്കുന്ന പൈസയ്ക്ക് ആനുപാതികമായ നേട്ടങ്ങൾ ഈ ഉൽപ്പന്നങ്ങളിൽ നിന്നുണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചും അറിയുവാൻ വേണ്ടിയും കസ്റ്റമേഴ്സിനും ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയിൽ ലഭ്യമാകുവാൻ വേണ്ടി കസ്റ്റമർ എന്ത് ചെയ്യും, പല രീതിയിലുള്ള സംശയങ്ങളും പല രീതിയിലുള്ള കാഴ്ചപ്പാടുകളും പല രീതിയിലുള്ള വിലപേശൽ രീതികളും അവതരിപ്പിക്കുന്നുണ്ടാവും. ഇവയെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ സംശയങ്ങൾക്കും അന്വേഷണങ്ങൾക്കും മറുപടി നൽകുക. അങ്ങനെ കസ്റ്റമേഴ്സിന് ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ വേണ്ടിയുള്ളൊരു താല്പര്യം കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് പ്രധാനമായിട്ടും ഈ ഒരു ഹാൻഡ്ലിംഗ് ദി ഒബ്ജക്റ്റീവ്സ്, അതായത് എതിർപ്പുകളെ കൈകാര്യം ചെയ്യുന്ന ഘട്ടത്തിൽ സെയിൽസ് പ്രതിനിധികളും ഉൽപ്പന്നം വിറ്റഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ലോസിംഗ് ദി സെയിൽസ് എന്ന് പറയുന്നത്. അവസാനം എന്താണ്, ഉൽപ്പാദകനോ അല്ലെങ്കിൽ ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നം വിറ്റഴിക്കാൻ സഹായിക്കുന്ന സെയിൽസ് പ്രതിനിധികളോ ചേർന്നുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഉൽപ്പന്നം വാങ്ങുവാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. അങ്ങനെ കസ്റ്റമേഴ്സിനെ ഉൽപ്പന്നങ്ങൾ വാങ്ങിപ്പിക്കുന്നു. ഈ ഒരു ഘട്ടമാണ് ക്ലോസിംഗ് ദ സെയിൽ എന്ന് പറയുന്നത്. It is making the customer agree to buy the product. It is not an easy task. The salesperson should not force the prospect to buy, but he should let the consumer feel that he has made the final decision. അതായത് ഏഴാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഉൽപ്പാദകൻ ഉൽപ്പന്നം വാങ്ങുവാൻ വേണ്ടി ഉപഭോക്താവിനെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നു. അതാണ് ഏഴാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് വളരെയധികം എളുപ്പത്തിൽ പൂർത്തിയാക്കാവുന്ന ഒരു ചുമതലയല്ല ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. എങ്കിലും എന്ത് ചെയ്യുക, ഉൽപ്പാദകനോ സെയിൽസ് പ്രതിനിധികളോ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ വേണ്ടിയുള്ള ഒരു അനുകൂല നിലപാട് ഉപഭോക്താവിൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചെടുക്കുന്നു. അതിൻ്റെ പരിണിത ഫലമായിട്ട് എന്താണ്, ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നം കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾ വാങ്ങുവാൻ നിർബന്ധരായി തീർന്നു. ഇത് ഒരിക്കലും എന്താണ് ഒരു ഉൽപ്പാദകനോ അല്ലെങ്കിൽ സെയിൽസ് പ്രതിനിധികളോ കസ്റ്റമേഴ്സിനെ ഫോഴ്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബലം പ്രയോഗിച്ചുകൊണ്ട് ഉൽപ്പന്നം വാങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമായിട്ട് ഉപഭോക്താവിന് ഒരിക്കലും തോന്നരുത്. അതായത് ഉൽപ്പന്നം വിറ്റഴിക്കാൻ ആഗ്രഹിക്കുന്ന ഉൽപ്പാദകനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉൽപ്പന്നം വിറ്റഴിക്കാൻ സഹായിക്കുന്ന സെയിൽസ് പ്രതിനിധികളോ ചേർന്നുകൊണ്ട് ഒരു ഫോഴ്സ് രൂപേണ അല്ലെങ്കിൽ എന്താണ് ഒരു ബലം പ്രയോഗിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിനെ കൊണ്ട് ഉൽപ്പന്നം നിർബന്ധിച്ച് വാങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാകരുത് ഉണ്ടാകേണ്ടത്. പിന്നെയോ കസ്റ്റമേഴ്സിന് തോന്നണം ഈ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പരിപൂർണമായും തങ്ങളുടെ ആവശ്യങ്ങളെ പൂർണ്ണമായിട്ട് നിറവേറ്റാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അതിന് കാര്യക്ഷമതയുള്ള ഉൽപ്പന്നമാണ് ഇതെന്ന് തോന്നി വേണം എന്ത് ചെയ്യാൻ, കസ്റ്റമേഴ്സ് ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുവാൻ. ആ തരത്തിലുള്ള ഒരു മനോഭാവം കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചെടുക്കുവാൻ സെയിൽസ് പ്രതിനിധികൾക്കും ഉൽപ്പാദകനും സാധിച്ചിട്ടുണ്ടാകണം. എങ്കിൽ മാത്രമേ ഭാവിയിലും ഈ ഉൽപ്പന്നം കസ്റ്റമേഴ്സ് വാങ്ങി ഉപയോഗിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഉൽപ്പാദകനോ അല്ലെങ്കിൽ ഉൽപ്പന്നം വിറ്റഴിക്കാൻ സഹായിക്കുന്ന സെയിൽസ് പ്രതിനിധികളോ ചേർന്നുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഉൽപ്പന്നത്തിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് ഉണ്ടാക്കിയെടുക്കുന്നു. അത് കസ്റ്റമേഴ്സിനെ ആ ഉൽപ്പന്നം വാങ്ങുന്നതിലേക്ക് നയിക്കുന്നു. അതൊരിക്കലും ഒരു ബലപ്രയോഗത്തിലൂടെ കസ്റ്റമേഴ്സിനെ
ഉൽപ്പന്നം വാങ്ങുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് ആകരുത് നയിക്കുന്നത്. പിന്നെയോ അവരുടെ മനസ്സിൽ ഈ ഉൽപ്പന്നം വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പരിപൂർണമായിട്ടും പ്രാപ്തിയുള്ളതെന്ന രീതിയിലായിരിക്കണം ഒരു മനോഭാവമായിരിക്കണം കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ വളർത്തിയെടുക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് തോന്നണം ഈ സാധനം വാങ്ങുവാനുള്ള അന്തിമ തീരുമാനം തങ്ങളുടേതാണ്, അത് തങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാൻ സാധിച്ചിട്ടുണ്ടാകണമെന്ന് കസ്റ്റമേഴ്സിന് തോന്നണം. ഓക്കെ, എങ്കിലും ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നം വാങ്ങുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം, ഉൽപ്പന്നം വാങ്ങുവാൻ അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ വളർത്തിയെടുക്കുവാൻ ഉൽപ്പാദകനും സെയിൽസ് പ്രതിനിധികൾക്കും സാധിച്ചിട്ടുണ്ടാകണം. ആ തരത്തിലേക്ക് ഉൽപ്പന്നം വാങ്ങുന്നതിലേക്ക് ഉള്ള ഒരു തീരുമാനമെടുക്കുവാൻ കസ്റ്റമേഴ്സിനെ നയിക്കുന്ന ആളുകളായിട്ടായിരിക്കണം ആര് വർത്തിക്കേണ്ടത്? ഉൽപ്പാദകനും സെയിൽസ് പ്രതിനിധികളും വർത്തിക്കേണ്ടത്. ഉൽപ്പാദകൻ്റെ വിൽപ്പനയ്ക്ക് വാഗ്ദാനം അല്ലെങ്കിൽ വിൽപ്പനയ്ക്ക് വേണ്ടി ഉൽപ്പാദകൻ വച്ചിരിക്കുന്ന ഉൽപ്പന്നം വാങ്ങുവാൻ വേണ്ടിയുള്ള മാർഗ്ഗനിർദ്ദേശം നൽകുന്ന ഒരു ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡന്മാരായിട്ട് അല്ലെങ്കിൽ എന്താണ് മാർഗ്ഗനിർദ്ദേശികളായിട്ടായിരിക്കണം ആര് വർത്തിക്കേണ്ടത്? ഉൽപ്പാദകനും അതുപോലെ തന്നെ ഉൽപ്പന്നം വിറ്റഴിക്കാൻ സഹായിക്കുന്ന സെയിൽസ് പ്രതിനിധികളും വർത്തിക്കേണ്ടത്. ഓക്കെ, ഹി ഷുഡ് ഗൈഡ് ദ കസ്റ്റമർ that he has made the right choice. Okay, some adjustment in price and other concession may be necessary to completing the sales. Okay, അപ്പോൾ ഈ തരത്തിൽ എന്താണ് ഉൽപ്പാദകൻ്റെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുവാൻ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് സാധിക്കും എന്ന രീതിയിൽ മാർഗ്ഗനിർദ്ദേശം നൽകുന്ന നല്ലൊരു മാർഗ്ഗനിർദ്ദേശികളായിട്ടായിരിക്കണം ആര് വർത്തിക്കേണ്ടത്? പ്രധാനമായിട്ടും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സഹായിക്കുന്ന സെയിൽസ് പ്രതിനിധികളും അതുപോലെ തന്നെ ഉൽപ്പാദകരും വർദ്ധിക്കേണ്ടത്. ഇനി ഉൽപ്പന്നം പൂർണ്ണമായിട്ടും ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന പൂർണ്ണമായിട്ടും പൂർത്തിയാകണമെങ്കിൽ എന്ത് ചെയ്യണം? പണപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉൽപ്പന്നത്തിൻ്റെ പ്രൈസും സംബന്ധിച്ച കാര്യങ്ങളിൽ കസ്റ്റമേഴ്സിന് കുറച്ച് വിട്ടുവീഴ്ചകളും കുറച്ച് ഓഫറുകളും നൽകി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? ആ ഉൽപ്പന്നത്തിൻ്റെ വിൽപ്പന എന്ന് പറയുന്ന കാര്യം പൂർണ്ണമായിട്ടും സാധ്യമാവുകയുള്ളൂ. ഈ തരത്തിൽ എന്താണ് കസ്റ്റമേഴ്സിനെ നിർബന്ധിക്കാതെ കസ്റ്റമേഴ്സിന് ഉൽപ്പന്നത്തിന് വാങ്ങുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമെടുക്കുവാൻ അവരെ നയിക്കുകയും ആ ഉൽപ്പന്നത്തിൻ്റെ വിൽപ്പന പൂർണ്ണമാകുവാൻ വേണ്ടി കസ്റ്റമേഴ്സിന് ഉൽപ്പന്നത്തിൻ്റെ പ്രൈസ് സംബന്ധിച്ച കാര്യങ്ങളിൽ കുറച്ച് ഓഫറുകളൊക്കെ നൽകിക്കൊണ്ട് കസ്റ്റമേഴ്സിന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഉൽപ്പന്നം വാങ്ങുന്നതിലേക്ക് നയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കണം ഏഴാമത്തെ ഘട്ടമായ ക്ലോസിംഗ് ദ സെയിൽസ് എന്ന് പറയുന്ന ഘട്ടത്തിൽ ഉണ്ടാകേണ്ടത്. ഇവിടെയാണ് ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നത്തിൻ്റെ വിപണനം പൂർത്തിയാകുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് 8 എന്ന് പറയുന്നത് ഫോളോ അപ്പ്. അതായത് ഉൽപ്പന്നം വിറ്റതിന് ശേഷവും കസ്റ്റമേഴ്സുമായിട്ടും ഒരു നല്ലൊരു വിൽപ്പനാ ബന്ധം, നല്ലൊരു വ്യാപാര വാണിജ്യ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോവുക എന്നതാണ് പേഴ്സണൽ സെല്ലിങ്ങിൽ 8ാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. After the closing the sale, follow-up is essential. It refers to activities are undertaken to ensure that the customer has to take the right decision for buying the product. Follow-up action also include installation of the product, checking and testing smooth performance, maintaining the maintenance and after sale service. It helps to build a long-term relationship with the customers. അതായത് ഒരു ഉൽപ്പാദകൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കച്ചവടക്കാരൻ തങ്ങളുടെ കസ്റ്റമേഴ്സിന് ഉൽപ്പന്നം വിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആ കസ്റ്റമേഴ്സുമായിട്ട് ബന്ധം പുലർത്താതെ ഇരുന്ന് കഴിഞ്ഞാൽ ആ കസ്റ്റമേഴ്സുമായിട്ട് ദീർഘകാലഘട്ടത്തേക്കുള്ള ഒരു വ്യാപാര വാണിജ്യ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ ആ ഒരു കച്ചവടക്കാരന് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഉൽപ്പന്നം വിറ്റഴിച്ചതിന് ശേഷം കസ്റ്റമേഴ്സുമായിട്ട് ഒരു വാണിജ്യ വ്യാപാര ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ കസ്റ്റമേഴ്സിന് ഉൽപ്പന്നം വിറ്റഴിഞ്ഞതിന് ശേഷവും ആ ഉൽപ്പന്നം എങ്ങനെയാണ് ആ ഉൽപ്പന്നമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സേവനങ്ങളും ആ ഉൽപ്പന്നത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ആ ഉൽപ്പന്നം ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിന് ശരിയായ രീതിയിൽ നേട്ടം ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും ഉൽപ്പന്നം വിറ്റ് കഴിഞ്ഞതിന് ശേഷവും കച്ചവടക്കാരൻ നൽകിക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ആ കസ്റ്റമേഴ്സുമായിക്കൊണ്ട് ദീർഘകാല രീതിയിലുള്ള വാണിജ്യ വ്യാപാര ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ആ ഉൽപ്പന്നം എങ്ങനെയാണ് ആ ഉൽപ്പന്നം ശരിയായ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ ആ ഉൽപ്പന്നത്തിന് ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നന്നാക്കി കൊടുക്കുന്നത്, അതുപോലെ തന്നെ എന്താണ് ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് കാര്യങ്ങളിലും സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നത്. ഈ തരത്തിലുള്ള കാര്യങ്ങൾ കസ്റ്റമേഴ്സുമായിട്ട് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വാണിജ്യ വ്യാപാര ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുവാൻ ഉൽപ്പാദകനെയും കച്ചവടക്കാരനെയും സഹായിക്കുന്നു. ഇപ്പം നമ്മൾ ഇതിന് ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കേബിൾ കണക്ഷൻ എടുത്തു എന്ന് കരുതുക, അല്ലെങ്കിൽ കേബിൾ സെറ്റ് ഓഫ് ബോക്സ് വാങ്ങിയെന്ന് കരുതുക. അത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയം കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അതിനുശേഷം നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നു.
അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടേ കൊടുക്കുമ്പോൾ നന്നാക്കി തരുന്നത്. ആ തരത്തിൽ ഉൽപ്പന്നം വിറ്റ് കഴിഞ്ഞതിന് ശേഷം ഉൽപ്പന്നങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നികത്തി കൊടുക്കുക. അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻസ്റ്റാളേഷൻ സർവീസുകൾ, അതുപോലെ തന്നെ ഗ്യാരണ്ടി വാറണ്ടി കേടുപാടുകൾ സംഭവിച്ചാൽ മാറ്റിക്കൊടുക്കുന്നത് മുതലായിട്ടുള്ള വിൽപ്പനാനന്തര സേവനങ്ങൾ കച്ചവടക്കാരൻ ഉൽപ്പന്നം വിറ്റ് കഴിഞ്ഞതിന് ശേഷം കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഉൽപ്പന്നം വിറ്റ് കഴിഞ്ഞതിന് ശേഷം കസ്റ്റമേഴ്സിന് ഈ തരത്തിലുള്ള സേവനങ്ങൾ കച്ചവടക്കാരൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, നൽകി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സുമായിട്ട് ദീർഘകാല വാണിജ്യ വ്യാപാര ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുവാൻ കച്ചവടക്കാരന് ഇത് സഹായിക്കുകയും ചെയ്യും. ഈ തരത്തിലുള്ള കസ്റ്റമേഴ്സും വ്യാപാരികളും തമ്മിൽ നല്ല രീതിയിലുള്ള ദീർഘകാല ബന്ധം നിലനിർത്തണമെങ്കിൽ കസ്റ്റമേഴ്സിന് ഉൽപ്പന്നങ്ങൾ വിറ്റതിന് ശേഷം ഉൽപ്പന്നം ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാനും അതിൻ്റെ ഉപയോഗ ഗുണം കസ്റ്റമേഴ്സിന് ശരിയായ രീതിയിൽ ലഭിക്കുവാനും വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുക. ഉൽപ്പന്നങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് നികത്തി കൊടുക്കുക. ഉൽപ്പന്നങ്ങൾ ശരിയായ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. വിൽപ്പനാനന്തര സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഈ തരത്തിലുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സും വ്യാപാരികളും തമ്മിൽ ദീർഘകാല വ്യാപാര വാണിജ്യ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നു. ഇതും നമ്മുടെ പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ ഒരു 8ാമത്തെ ഘട്ടമായിട്ട് വരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതൊക്കെ രീതിയിലുള്ള പേഴ്സണൽ സെല്ലിംഗ് മെത്തേഡുകളാണ് ഉള്ളതെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ കാര്യമാണ് നെഗോസിയേഷൻ അഥവാ വിലപേശൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. പേഴ്സണൽ സെല്ലിംഗ് ഇസ് എഫക്റ്റഡ് ത്രൂ ദ നെഗോസിയേഷൻ ടു അറൈവ് ആറ്റ് ആൻ എഗ്രിമെൻറ്റ് ഓൺ പ്രൈസ് ആൻഡ് അതർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സെയിൽ. In negotiated exchange, price and other terms are set via bargaining behavior. നമ്മൾ ഏതൊരു ഉൽപ്പന്നം വിറ്റഴിക്കുകയാണെങ്കിലും ഏതൊരു വ്യക്തിഗത വിൽപ്പനയിലും നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് വിലപേശൽ എന്ന് പറയുന്നത്. ഉൽപ്പന്നം വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിബന്ധനകൾ, വ്യവസ്ഥകൾ, വിലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിലപേശൽ മുതലായവ വ്യക്തിഗത വിൽപ്പനയെ കാര്യമായിട്ടും സാരമായിട്ടും ബാധിക്കുന്നു. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റം, അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ വില, അതുപോലെ തന്നെ മറ്റ് വിൽപ്പന നിബന്ധനകൾ, വ്യവസ്ഥകൾ മുതലായവയൊക്കെ എന്താണ് ഈ ഒരു വിലപേശലിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമായതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾക്ക് വിലപേശി ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ വേണ്ടിയുള്ള ഒരു അവസരമാണ് പേഴ്സണൽ സെല്ലിംഗ് വഴി ഉണ്ടാകുന്നത്. പിന്നെ പറഞ്ഞൊരു കാര്യം എന്താ പറഞ്ഞേക്കുന്നത്, ഓൾദോ പ്രൈസ് ഇസ് ദ മോസ്റ്റ് ഫ്രീക്വൻറ്റ് നെഗോസിയേഷൻ ഇഷ്യൂ, അതർ ഇഷ്യൂസ് ഇൻക്ലൂഡ് ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഓഫേർഡ്, പർച്ചേസ് വോളിയം, റെസ്പോൺസിബിലിറ്റി ഓഫ് ഫിനാൻസിങ് ആൻഡ് റിസ്ക് ടേക്കിംഗ് ആൻഡ് പ്രൊഡക്റ്റ് സേഫ്റ്റി. സാധാരണ വ്യക്തിഗത വിൽപ്പനയിൽ അല്ലെങ്കിൽ പേഴ്സണൽ സെല്ലിങ്ങിൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ആളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സഹായിക്കുന്ന സെയിൽസ് ഫോഴ്സ് ആയിക്കോട്ടെ, ഇവർ രണ്ടും നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപഭോക്താക്കളുമായിട്ട് ഉൽപ്പന്നങ്ങളുടെ വിലയിൽ ഉണ്ടാകുന്ന വിലപേശൽ തന്നെയാണ്. ഉപഭോക്താക്കൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയിൽ ലഭിക്കുവാൻ വേണ്ടി ഉൽപ്പാദകനുമായിട്ട് വിലപേശൽ നടത്തുന്നു. തൽഫലമായിട്ട് ഉൽപ്പാദകർ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി കസ്റ്റമേഴ്സിന് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിന് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ നിർബന്ധരായി തീരുന്നു. ആ രീതിയിലും എന്ത് ചെയ്യാൻ പറ്റും, വ്യക്തിഗത വിൽപ്പന നടത്തുവാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമല്ല, മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങളുടെ അളവിൽ ക്വാണ്ടിറ്റിയിലും എന്താണ് വിലപേശൽ ഉണ്ടാകാറുണ്ട്. ഉൽപ്പാദകരും ഉപഭോക്താക്കളും തമ്മിൽ, കച്ചവടക്കാരും അതുപോലെ തന്നെ കസ്റ്റമേഴ്സും തമ്മിൽ എന്താണ് അവർ ആക്ച്വലി ഒരു പ്രൈസിന് ലഭിക്കുന്ന, ഒരു വിലയ്ക്ക് ലഭിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ അളവിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നം തരണമെന്ന് അവർ കച്ചവടക്കാരുമായിട്ട് വില പേശാറുണ്ട്. പിന്നെ ഇത് കൂടാതെ തന്നെ എന്താണ് കസ്റ്റമേഴ്സിന് വ്യത്യസ്തമായിട്ടുള്ള പ്രൈസ് ഓഫറുകളും ക്വാണ്ടിറ്റി ഓഫറുകളും കച്ചവടക്കാരും വാഗ്ദാനം ചെയ്യാറുണ്ട്. കച്ചവടക്കാർ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ സാധനങ്ങളും സേവനങ്ങളും കസ്റ്റമേഴ്സ് വാങ്ങുകയാണെങ്കിൽ പെർ ക്വാണ്ടിറ്റിക്ക് വില കുറച്ച് വിൽക്കാമെന്നുള്ള പ്രൈസ് ഓഫറുകൾ മുന്നോട്ട് വാഗ്ദാനം ചെയ്യാറുണ്ട്. ഇത് കൂടാതെ തന്നെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ വേണ്ടിയുള്ള പൈസ അവരുടെ കയ്യിൽ തികയാതെ വന്നു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള EMI സ്കീമുകളും അതുപോലെ തന്നെ ലോൺ സ്കീമുകളും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിന് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി കസ്റ്റമേഴ്സുമായിട്ട് ചർച്ചയിൽ ഏർപ്പെടാറുണ്ട് കച്ചവടക്കാർ. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സ് വാങ്ങിക്കൊണ്ട് പോയതിന് ശേഷം അവർക്ക് ഏതെങ്കിലും തരത്തിൽ നാശനഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നാശനഷ്ടം നികത്തുവാൻ വേണ്ടിയുള്ള ഓഫറുകളും കച്ചവടക്കാർ കസ്റ്റമേഴ്സിന് വാഗ്ദാനം ചെയ്യാറുണ്ട്. ഈ തരത്തിൽ വിലപേശൽ നടത്തിക്കൊണ്ടുള്ള ഒരു വ്യക്തിഗത വിൽപ്പന രീതിയാണ് നെഗോസിയേഷൻ പേഴ്സണൽ സെല്ലിംഗ് രീതി എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ കസ്റ്റമേഴ്സുമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട്
ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സിനെ വിറ്റഴിക്കുന്ന ഒരു രീതിയാണ് നെഗോസിയേഷൻ പേഴ്സണൽ സെല്ലിംഗ് രീതി എന്ന് പറയുന്നത്. ഇവിടെ ഉൽപ്പന്നം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിബന്ധനകൾ, വ്യവസ്ഥകൾ, ഉൽപ്പന്നത്തിൻ്റെ പ്രൈസ് മുതലായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കസ്റ്റമേഴ്സുമായിട്ട് ചർച്ച ചെയ്യുന്നു. കസ്റ്റമേഴ്സിന് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ചിലപ്പോൾ ഉൽപ്പന്നങ്ങൾ ഒരുമിച്ച് വാങ്ങുമ്പോൾ ഉൽപ്പന്നങ്ങളുടെ പെർ പീസിലുണ്ടാകുന്ന വില കുറവായിരിക്കാം. അല്ല എങ്കിൽ ഉൽപ്പന്നങ്ങൾ കൂടുതൽ അളവിൽ വാങ്ങുമ്പോൾ അവർക്ക് അർഹതപ്പെട്ട അളവിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റീസ് അവർക്ക് ഓഫർ ചെയ്തുകൊണ്ടായിരിക്കാം. ഇനി അതല്ല എങ്കിൽ എന്താണ്, അവർക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റ് കഴിഞ്ഞതിന് ശേഷം ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന റിസ്കുകളും അതുപോലെ തന്നെ ബാക്കിയുള്ള സേവനങ്ങളും പ്രദാനം ചെയ്യുന്ന രീതിയിലുള്ള സർവീസുകൾ ഓഫർ ചെയ്തുകൊണ്ടായിരിക്കാം. ഇനി അതല്ല എങ്കിൽ കസ്റ്റമേഴ്സിന് ഉൽപ്പന്നങ്ങൾ കച്ചവടക്കാരുടെ കയ്യിൽ നിന്നും മുഴുവൻ പൈസയും നൽകിക്കൊണ്ട് വാങ്ങാൻ സാധിച്ചില്ല എങ്കിൽ ലോൺ സ്കീമുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലും ആയിരിക്കാം എന്ത് ചെയ്യുന്നത്, കസ്റ്റമേഴ്സുമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഈ തരത്തിൽ കസ്റ്റമേഴ്സുമായിട്ട് വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യത്യസ്ത ഘടകങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നു. അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് കസ്റ്റമേഴ്സിന് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു രീതിയാണ് നെഗോസിയേഷൻ പേഴ്സണൽ സെല്ലിംഗ് രീതി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചവടക്കാരൻ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എങ്ങനെയും കസ്റ്റമേഴ്സിനെ വാങ്ങുവാൻ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള മാർഗ്ഗങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ട് കസ്റ്റമേഴ്സിന് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നു. കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് പൈസയുടെ ബുദ്ധിമുട്ടാണോ, അവർക്ക് അല്ല എങ്കിൽ അവരുടെ കയ്യിലുള്ള പൈസയ്ക്ക് ന്യായമായ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടിയോ അല്ലെങ്കിൽ ന്യായമായ ക്വാണ്ടിറ്റിയിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിയതിന് ശേഷം വരുന്ന സേവനങ്ങളാണോ അവർക്ക് വേണ്ടത്, ആ തരത്തിൽ ചർച്ചകൾ നടത്തിക്കൊണ്ട് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനാണ് പ്രധാനമായിട്ടും നെഗോസിയേഷൻ പേഴ്സണൽ സെല്ലിംഗ് രീതിയിൽ കച്ചവടക്കാർ പ്രധാനമായിട്ടും ശ്രമിക്കുന്നത്. ഇനി മറ്റൊരു രീതിയാണ് സെല്ലിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് വ്യത്യസ്തമായിട്ടുള്ള വിൽപ്പന തന്ത്രങ്ങൾ. പേഴ്സണൽ സെല്ലിംഗ് ഓപ്പറേഷൻ ഇൻവോൾവ് സെല്ലിംഗ് സ്ട്രാറ്റജി ആൻഡ് പ്ലാനിംഗ്. സെല്ലിംഗ് സ്ട്രാറ്റജി ഈസ് മോർ എഫക്റ്റീവ് ദാൻ നെഗോസിയേഷൻ. നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിഗത വിൽപ്പന രീതിയാണെന്ന് പറയുന്നത് വിലപേശൽ അല്ലെങ്കിൽ കസ്റ്റമേഴ്സുമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്തിക്കൊണ്ട് അവർക്ക് കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾക്ക് വിലപേശുവാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ വ്യത്യസ്ത കാര്യങ്ങളിൽ ബാർഗെയിൻ ചെയ്യാനുള്ള ഒരു അവസരം വിൽക്കുന്ന ആളുകൾ, കച്ചവടക്കാർ പ്രൊവൈഡ് ചെയ്യുന്നു. ഇത് കൂടാതെ തന്നെ കസ്റ്റമേഴ്സായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും ഒരുപോലത്തെ വ്യക്തിഗത സേവനങ്ങളും അതുപോലെ തന്നെ എന്താണ് ഒരേ രീതിയിലുള്ള ഓഫറുകളുമാണ് നെഗോസിയേഷൻ പേഴ്സണൽ സെല്ലിംഗ് മെത്തേഡിൽ അവലംബിച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് സെല്ലിംഗ് സ്ട്രാറ്റജിയിൽ വിൽപ്പന തന്ത്ര രീതിയിൽ അവലംബിച്ചിരിക്കുന്നത്. ഓരോ കസ്റ്റമേഴ്സിൻ്റെയും ആവശ്യങ്ങളും ഓരോ കസ്റ്റമേഴ്സിൻ്റെയും മനോഭാവവും ഓരോ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസും എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും അല്ലേ. അപ്പോൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെയും അതുപോലെ തന്നെ ഓരോരുത്തരുടെയും അഭിരുചികളെയും അനുസരിച്ചുകൊണ്ട് ഓരോ കസ്റ്റമേഴ്സിൻ്റെ മനോഭാവത്തിനനുസരിച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള വിപണന തന്ത്രങ്ങളും അതുപോലെ തന്നെ വിൽപ്പന രീതികളും അവലംബിക്കുന്ന ഒരു രീതിയാണ് പേഴ്സണൽ സെല്ലിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇവിടെ ഓരോ കസ്റ്റമേഴ്സിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങളെയും അവരുടെ അഭിരുചികളെയും എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, കച്ചവടക്കാർ വ്യത്യസ്തമായിട്ടുള്ള ഓഫറുകളും വ്യത്യസ്തമായിട്ടുള്ള സേവനങ്ങളും അവർക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ആ രീതിയിൽ വ്യത്യസ്തരായിട്ടുള്ള കസ്റ്റമേഴ്സിന് വ്യത്യസ്തമായിട്ടുള്ള വിപണന രീതികൾ അവലംബിക്കുന്നതിലൂടെ കസ്റ്റമേഴ്സിനെ നിലനിർത്തിക്കൊണ്ട് പോകുവാനും എല്ലാ കസ്റ്റമേഴ്സുമായിട്ടും ദൃഢമായിട്ടുള്ള ഒരു വ്യാപാര വാണിജ്യ ബന്ധം ഉണ്ടാക്കിയെടുക്കുവാനും കച്ചവടക്കാരന് സാധിക്കുന്നു. അതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് വിലപേശൽ രീതിയിലുള്ള അല്ലെങ്കിൽ എന്താണ് നെഗോസിയേഷൻ പേഴ്സണൽ സെല്ലിംഗ് രീതിയേക്കാൾ കൂടുതൽ കാര്യക്ഷമതയുള്ളതാണെന്ന് പറയുന്നത് പേഴ്സണൽ സെല്ലിംഗ് സ്ട്രാറ്റജി സെല്ലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. It involves determining the personal selling objective, sales policies, formulation sales strategies, determining the selling appropriation management of sales force. അതായത് ഒരു ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സഹായിക്കുന്ന സെയിൽസ് ഫോഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവിടെ ഓരോ കസ്റ്റമേഴ്സിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികളും അതുപോലെ തന്നെ വിൽപ്പനാ തന്ത്രങ്ങളും രൂപവൽക്കരിക്കുന്നത്. ഓരോ കസ്റ്റമേഴ്സിൻ്റെയും വ്യക്തിഗത ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് തരംതിരിച്ച് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് കൊണ്ടുള്ള വിൽപ്പനാ തന്ത്രങ്ങൾ രൂപവൽക്കരിക്കുകയും ചെയ്യുന്നു. ഇത് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സെയിൽസ് ഫോഴ്സിൻ്റെ ചുമതല തന്നെയാണ്. അതുകൊണ്ട് എന്താണ് ഗുണമെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വിപണന തന്ത്രങ്ങൾ സ്വീകരിക്കുന്നത് വഴി ഓരോ കസ്റ്റമേഴ്സിൻ്റെയും ആവശ്യങ്ങളെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്യുവാനും ഓരോ കസ്റ്റമേഴ്സിൻ്റെയും ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന
അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ട് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലുള്ള വിപണന തന്ത്രങ്ങൾ രൂപവൽക്കരിക്കുവാനും സെയിൽസ് ഫോഴ്സിന് സാധിക്കുന്നു. അതാണ് തൊട്ട് താഴേക്ക് പറഞ്ഞേക്കുന്നത്. കൺസ്യൂമർ ഹാവ് ഡിഫറെൻറ്റ് നീഡ് ആൻഡ് ദ സെയിൽസ് പേഴ്സൺ ഹാസ് അഡോപ്റ്റ് ഡിഫറെൻറ്റ് സെല്ലിംഗ് സ്ട്രാറ്റജി ടു അഡ്രസ് ദോസ് നീഡ്സ്. അതായത് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഓരോ കസ്റ്റമേഴ്സും വ്യത്യസ്തരാണ്. ഒരാൾ മറ്റൊരാളിൽ നിന്ന് ഭിന്നനാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഓരോ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളെന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. സോ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായ രീതിയിലായിരിക്കും ഓരോരോ വിപണന തന്ത്രങ്ങളും വിപണന സമീപന രീതിയും കസ്റ്റമേഴ്സുമായിട്ട് വെച്ച് പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കുവാനും അവരുടെ ആവശ്യാനുസരണം വിപണന തന്ത്രങ്ങൾ രൂപവൽക്കരിക്കുവാനും അവരുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്ന രീതിയിൽ ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുവാനും സെയിൽസ് ഫോഴ്സിന് സാധിക്കും. ആ രീതിയിലുള്ള ഒരു വ്യക്തിഗത വിൽപ്പന തന്ത്രമാണ് സെല്ലിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് ഈ AIDS അപ്രോച്ച് എന്ന് പറയുന്നത്. ദിസ് അപ്രോച്ച് ഈസ് വെരി പോപ്പുലർ ഇൻ സെയിൽസ്. ഇറ്റ് ഇൻക്ലൂഡ് അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, ഡിസയർ ആൻഡ് ആക്ഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. ഇത് നമ്മൾ മുമ്പ് പഠിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു വിൽപ്പന തന്ത്രമാണ് എന്തെന്ന് പറയുന്നത് AIDS അപ്രോച്ച് എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള ഒരു ശ്രദ്ധ കച്ചവടക്കാരൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള ഒരു ശ്രദ്ധ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കസ്റ്റമേഴ്സുമായിട്ട് ആശയവിനിമയം നടത്തുന്നത് വഴി കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ കസ്റ്റമേഴ്സിൻ്റെ ശ്രദ്ധ എന്ന് പറയുന്നത് ഉൽപ്പന്നങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുകയും അതുവഴി അവരുടെ ഇടയിൽ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ വേണ്ടിയുള്ള ഒരു താല്പര്യം സൃഷ്ടിച്ചെടുക്കുകയും ആ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളോടൊരു താല്പര്യം കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചെടുക്കുകയും പിന്നീട് ആ താല്പര്യത്തെ അവരുടെ ആഗ്രഹമായിട്ട് വളർത്തുകയും അവസാനം അവരെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു വ്യക്തിഗത വിൽപ്പന തന്ത്രമാണ് AID അപ്രോച്ച് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് അറ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ ശ്രദ്ധയെ ഉൽപ്പന്നങ്ങളിലേക്ക് കച്ചവടക്കാരൻ വിൽപ്പനയ്ക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഉൽപ്പന്നങ്ങളിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നതിനെയാണ് അറ്റൻഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള വിപണന തന്ത്രങ്ങൾ വിപണന രീതികളും ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ ശ്രദ്ധയെ ഉൽപ്പന്നങ്ങളിലേക്ക് തിരിക്കുന്നു. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് പറഞ്ഞേക്കുന്ന ഇൻട്രസ്റ്റ്, അതായത് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു താല്പര്യം, അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ കൊള്ളാമെന്നുള്ള ഒരു താല്പര്യം കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ സൃഷ്ടിച്ചെടുക്കുന്നു. പിന്നീടാണ് ഡിസയർ, ആ താല്പര്യത്തെ വളർത്തിക്കൊണ്ട് അവരുടെ മനസ്സിൽ ആ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കണമെന്നുള്ള ഒരു ആഗ്രഹം സൃഷ്ടിച്ചെടുക്കുന്നതിലേക്ക് നയിക്കുന്നു. പിന്നീടാണ് ആക്ഷൻ, അതായത് ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ആ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ നിർബന്ധിതരാക്കി തീർക്കുന്നു. ദെൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം അവരുടെ മനസ്സിൽ ഒരു സംതൃപ്തി, അതായത് തങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ ഉൽപ്പന്നം പ്രാപ്തിയുള്ളതാണ്, അതുകൊണ്ട് തങ്ങളിത് വാങ്ങി അങ്ങനെ തങ്ങളുടെ ആവശ്യങ്ങളെ അവർ നിറവേറ്റി എന്നുള്ളൊരു സംതൃപ്തി അവരുടെ മനസ്സിലേക്ക് വളർത്തിയെടുക്കുന്നു. അതാണ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന രീതി. ഈ തരത്തിലുള്ള 5 രീതിയിലുള്ള കാര്യങ്ങൾ, 5 രീതിയിലുള്ള മാനദണ്ഡങ്ങളെ വെച്ച് പുലർത്തിക്കൊണ്ട് കച്ചവടക്കാരൻ്റെ ഉൽപ്പന്നങ്ങളുടെ വിപണനം മൂലം വർദ്ധിപ്പിക്കുന്ന ഒരു രീതിയാണ് AID അപ്രോച്ച് എന്ന് പറയുന്നത്. It is a buyer-oriented formula because it emphasizes the customer needs and problems. According to this approach, first goal is secure the attention of the customers. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഈ തരത്തിലുള്ള AID അപ്രോച്ച് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് വാങ്ങുന്ന ആളുകൾക്ക് കൂടുതൽ സംതൃപ്തിയും അവർക്ക് കൂടുതൽ വിപണന സംതൃപ്തിയും നൽകുന്ന രീതിയിലാണ് പ്രധാനമായിട്ടും ഈ തരത്തിലൊരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. കാരണം കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകളുടെ ആവശ്യങ്ങളെയും അവരുടെ പ്രശ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രശ്നങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും നിറവേറ്റുന്ന ഉൽപ്പന്നങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെങ്കിൽ അതിൽ ഏതാണ് ഓരോ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ എന്തെന്ന് ഇൻഡിവിജ്വലി മനസ്സിലാക്കി, ഓരോ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കി ആ വിഷയങ്ങൾക്ക് ഉതകുന്ന ആ പ്രശ്നങ്ങളെ ഫലവത്തായ രീതിയിൽ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സിന് ന്യായമായ വിലയിൽ വിൽപ്പനയ്ക്ക് വാഗ്ദാനം ചെയ്യുന്ന സമീപനമാണ് AID അപ്രോച്ചിൽ സ്വീകരിച്ചിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച് ഫസ്റ്റ് ഗോൾ ഇസ് സെക്യൂർ ദ അറ്റൻഷൻ ഓഫ് ദി കസ്റ്റമേഴ്സ്. ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ കസ്റ്റമേഴ്സിൻ്റെ ശ്രദ്ധയെ കച്ചവടക്കാരൻ തങ്ങളുടെ ഉൽപ്പന്നങ്ങളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയുള്ള വിപണന തന്ത്രമാണ് ആസൂത്രണം ചെയ്യുന്നത്.
കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കുകയും അവരുടെ പ്രശ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് പ്രാപ്തിയുണ്ട് എന്ന് അവതരിപ്പിക്കുന്ന രീതിയിൽ വിപണന തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ ശ്രദ്ധയെ തങ്ങളുടെ ഉൽപ്പന്നത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിനിങ് ഇൻട്രസ്റ്റ്. അവരുടെ കസ്റ്റമേഴ്സിൻ്റെ അങ്ങനെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് പ്രാപ്തി ഉണ്ടെന്ന് പറയുന്ന രീതിയിൽ അവരുടെ ശ്രദ്ധയെ ആകർഷിച്ചതിന് ശേഷം അവരുടെ മനസ്സിൽ തങ്ങളുടെ ഉൽപ്പന്നത്തോട് ഒരു താല്പര്യം സൃഷ്ടിച്ചെടുക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ ആ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം പതുക്കെ വളർത്തുന്നു. അതിനുശേഷം അവരെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന പ്രവൃത്തിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഈ രീതിയിലുള്ള വിപണന തന്ത്രമാണ് പ്രധാനമായിട്ടും AID അപ്രോച്ചിൽ സ്വീകരിച്ചിരിക്കുന്നത്. ദെൻ ദ ഫോർത്ത് ഗോൾ ഇസ് ഇൻഡ്യൂസ് ദ ആക്ഷൻ ദാറ്റ് is to buy. The last goal is build a satisfaction by reassuring the customers that his decision was correct. പിന്നീട് ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ആ ഉൽപ്പന്നം വാങ്ങി അവരുടെ ആവശ്യങ്ങളെയും അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും ആ ഉൽപ്പന്നങ്ങൾക്ക് സാധിക്കുമെന്ന് പറയുന്ന രീതിയിൽ അവരുടെ മനസ്സിൽ ഒരു പരിപൂർണ സംതൃപ്തി വളർത്തിയെടുത്തുകൊണ്ട് ദീർഘകാല വിപണന വ്യാപാര ബന്ധം ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുന്നു. ഈ തരത്തിലുള്ള ഒരു വ്യക്തിഗത വിൽപ്പന തന്ത്രമാണ് എവിടെ രൂപവൽക്കരിച്ചിരിക്കുന്നത്? AID അപ്രോച്ചിൽ രൂപവൽക്കരിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു വ്യക്തിഗത വിൽപ്പന അല്ലെങ്കിൽ പേഴ്സണൽ സെല്ലിംഗ് മെത്തേഡാണ് സ്റ്റിമുലേറ്റ്സ് റെസ്പോൺസ് മോഡൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി അവരുടെ മനസ്സിൽ പ്രത്യേകമായിട്ടും അവരെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സംഭാഷണങ്ങളും നടത്തപ്പെടുന്നു കച്ചവടക്കാരൻ. അതിനുശേഷം അവർ ആ ഉൽപ്പന്നം വാങ്ങുന്നതിലേക്ക് എത്തുകയും ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന രീതിയിലേക്കുള്ള സംതൃപ്തിയിലേക്ക് അവരെ ഉയർത്തുകയും ചെയ്യുന്നു. ഈ തരത്തിൽ എന്താണ് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രേരണാശക്തി കൊണ്ടുവരികയും അവർ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം ഉൽപ്പന്നങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചിടുകയും ചെയ്യുന്നു. ആ ഒരു രീതിയാണ് സ്റ്റിമുലേറ്റ് റെസ്പോൺസ് മോഡൽ എന്ന് പറയുന്നത്. ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള അവതരണ ശൈലികളും വ്യത്യസ്തമായിട്ടുള്ള വിൽപ്പനാ തന്ത്രവും രൂപവൽക്കരിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടിയുള്ളൊരു പ്രേരണ ഉണ്ടാക്കിയെടുക്കുന്നു. അവസാനം കസ്റ്റമേഴ്സിന് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നതിലേക്ക് നയിക്കുന്നു. ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം കസ്റ്റമേഴ്സിൽ നിന്നും ലഭിക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഉൽപ്പന്ന ഉപയോഗ സംതൃപ്തി അത് തങ്ങളുടെ കസ്റ്റമേഴ്സുമായിട്ട് ദീർഘകാല വാണിജ്യ വ്യാപാര ബന്ധം നിലനിർത്തുന്നതിലേക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ആ ഒരു രീതിയാണ് സ്റ്റിമുലേറ്റ് റെസ്പോൺസ് മോഡൽ എന്ന് പറയുന്നത്. ദ സെയിൽസ് പേഴ്സൺ പ്രൊവൈഡ് സ്റ്റിമുലേറ്റ് ടു പർച്ചേസ് ത്രൂ ദ വേർഡ്സ് ആൻഡ് ആക്ഷൻ. അതായത് സാധനങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി വ്യത്യസ്തമായിട്ടുള്ള വാക്കുകളും പ്രവൃത്തികൾ കൊണ്ടും കസ്റ്റമേഴ്സിനെ സാധനങ്ങൾ വാങ്ങുവാൻ പ്രേരിപ്പിക്കുന്നു. The word and action of a salesperson may result in favorable response from the customers. ആ രീതിയിൽ കസ്റ്റമേഴ്സിൻ്റെ കൈകളിൽ നിന്നും ഈ സെയിൽസ് പേഴ്സൺ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടും അല്ലെങ്കിൽ തങ്ങളുടെ സംഭാഷണ ശകലങ്ങൾ കൊണ്ടും കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഉൽപ്പന്നങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സൃഷ്ടിച്ചെടുക്കുകയും അവസാനം ആ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുന്ന ഒരു റെസ്പോൺസിലേക്ക് കസ്റ്റമേഴ്സിനെ നയിക്കുകയും ചെയ്യുന്നു. ആ രീതിയിലുള്ള ഒരു വ്യക്തിഗത വിപണന രീതിയാണ് സ്റ്റിമുലേറ്റ് റെസ്പോൺസ് മോഡൽ എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ വ്യത്യസ്തമായിട്ടുള്ള അവതരണ ശൈലികളും വ്യത്യസ്തമായിട്ടുള്ള വ്യാപാര വാണിജ്യ ആശയവിനിമയ സംഭാഷണങ്ങളും ഉപയോഗിക്കുന്നു. അതുവഴി കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള താല്പര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയും അവർക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ആ തരത്തിലുള്ള റെസ്പോൺസ് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചെടുക്കുവാൻ ആർക്ക് സാധിക്കുന്നു? വ്യാപാരിക്ക് സാധിക്കുന്നു. ആ തരത്തിലുള്ള വ്യക്തിഗത വിൽപ്പന രീതിയാണ് സ്റ്റിമുലേറ്റ് റെസ്പോൺസ് മോഡൽ എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചതിന് ശേഷമുള്ള കസ്റ്റമേഴ്സിൻ്റെ പ്രതികരണങ്ങൾ തങ്ങളുടെ കസ്റ്റമേഴ്സുമായിട്ട് ദീർഘകാല വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ നിലനിർത്തുന്നതിലും വ്യാപാരികളായിട്ടുള്ള ആളുകളെ സഹായിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് ഏതൊക്കെ രീതിയിലുള്ള സെയിൽസ് പേഴ്സൺസ് ആണ് പ്രധാനമായിട്ടും നമ്മുടെ വിപണിയിലുള്ളത് എന്നാണ് പഠിക്കാൻ പോകുന്നത്.
ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സഹായിക്കുന്ന വ്യക്തികളെയാണ് പ്രതിനിധികളെയാണ് സെയിൽസ് ഫോഴ്സ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങളെ ഏതൊക്കെ രീതിയിൽ വിറ്റഴിക്കുന്ന സെയിൽസ് പേഴ്സൺസ് ആണ് പ്രധാനമായിട്ടും ഉള്ളതെന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് കാര്യമാണ് ട്രാൻസാക്ഷണൽ പേഴ്സൺസ്. എ ട്രാൻസാക്ഷണൽ സെയിൽസ് പേഴ്സൺ ആർ ദോസ് ഹു വെയിറ്റ് ഫോർ ദ transaction to make their sales. They are order takers because they are passively sit by waiting for the sales to come to them. അതായത് സാധാരണ രീതിയിൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങളെ വിറ്റഴിക്കാൻ സഹായിക്കുന്ന ഇടനിലക്കാരായിട്ടുള്ള വ്യക്തികളെയാണ് ട്രാൻസാക്ഷണൽ സെയിൽസ് പേഴ്സൺസ് എന്ന് പറയുന്നത്. ഇവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വരുന്ന കസ്റ്റമേഴ്സിനെ കാത്തിരിക്കുകയാണ് ഇവർ ഇടപാടുകൾ നടത്താൻ വേണ്ടി. ആ രീതിയിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വരുന്ന കസ്റ്റമേഴ്സ് ആരോ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വരുന്ന ഉപഭോക്താക്കളാരോ അവർക്കായിട്ട് ഇവർ കാത്തിരിക്കുന്നു. കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഉൽപ്പന്നങ്ങളുടെ ആവശ്യകത അനുസരിച്ചുകൊണ്ട് ഓരോ കസ്റ്റമേഴ്സിനും ഏതൊക്കെ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് വേണ്ടത്, അവരുടെ ആവശ്യങ്ങൾ ഏതൊക്കെയാണ്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണുള്ളത്, ഇതൊക്കെയും ആരായുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉൽപ്പാദകൻ്റെ കയ്യിൽ നിന്ന് ഉൽപ്പന്നം കസ്റ്റമേഴ്സിൻ്റെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സെയിൽസ് പ്രതിനിധികളെയാണ് പ്രധാനമായിട്ടും ട്രാൻസാക്ഷൻ സെയിൽസ് പേഴ്സൺസ് എന്ന് പറയുന്നത്. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഓർഡർ ടേക്കേഴ്സ് ബിക്കോസ് ദേ പാസീവ്ലി സിറ്റ് ബൈ വെയിറ്റിംഗ് ഫോർ സെയിം ടു കം ടു ദെം. അതായത് അവർ സാധാരണ രീതിയിൽ കസ്റ്റമേഴ്സിനായിട്ട് അവർ കാത്തിരിക്കുന്നു. അതായത് ഓരോരോ കസ്റ്റമേഴ്സിനെയും, അതായത് ഉൽപ്പാദകൻ്റെ സാധനങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി ആ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കാൻ അനുയോജ്യരായിട്ടുള്ള കസ്റ്റമേഴ്സ് ആരൊക്കെയാണ് എന്ന് കണ്ടെത്തുകയും ആ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങുവാൻ വേണ്ടിയുള്ള ഓർഡറുകൾ സ്വീകരിക്കുകയും ആ ഓർഡറുകൾ ഉൽപ്പാദകൻ്റെ കൈകളിലേക്ക് എത്തിക്കുകയും ഉൽപ്പാദകന് വേണ്ടി ഉൽപ്പന്നം കസ്റ്റമേഴ്സിൻ്റെ കൈകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ആ രീതിയിൽ എന്താണ് ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരായിട്ടുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്തി അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് സെയിൽസ് ഓർഡറുകൾ സ്വീകരിക്കുകയും ഉൽപ്പന്നം വിൽക്കാൻ വേണ്ടിയുള്ള സെയിൽസ് ഓർഡറുകൾ സ്വീകരിക്കുകയും കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം ഉൽപ്പാദകൻ്റെ കയ്യിൽ നിന്നും കസ്റ്റമേഴ്സിൻ്റെ കൈകളിലേക്ക് ഉൽപ്പന്നം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള സെയിൽസ് പ്രതിനിധികളെയാണ് പ്രധാനമായിട്ടും ട്രാൻസാക്ഷൻ സെയിൽസ് പേഴ്സൺ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് സാധാരണ രീതിയിലുള്ള റീറ്റെയിലറായിട്ടുള്ള ആളുകളാണ് ഈ ട്രാൻസാക്ഷൻ സെയിൽസ് പേഴ്സൺസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തരായിട്ടുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നു, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഉൽപ്പന്നങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഓർഡറുകൾ ശേഖരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തരായിട്ടുള്ള ഉൽപ്പാദകരുടെ കയ്യിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങി ഈ കസ്റ്റമേഴ്സിൻ്റെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിലും ഉൽപ്പാദകൻ്റെ ഇടയിലും വർത്തിക്കുന്ന മധ്യവർത്തിയായിട്ട് സാധനങ്ങളും സേവനങ്ങളും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി വർത്തിക്കുന്ന മധ്യകക്ഷിയായിട്ടുള്ള സെയിൽസ് പ്രതിനിധികളെയാണ് പ്രധാനമായിട്ടും നമ്മൾ ട്രാൻസാക്ഷൻ സെയിൽസ് പേഴ്സൺസ് എന്ന് പറയുന്നത്. Most of the salespersons are work in retail environment whereby the primary job helps to the buyer find the product he already looking for and then close the sales. അതായത് ഈ രീതിയിലുള്ള സെയിൽസ് പേഴ്സൺസിൻ്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് അന്വേഷിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്തെന്ന് കണ്ടെത്തുവാൻ അവരെ സഹായിക്കുക, അതുവഴി അവർ തങ്ങളുടെ ഉൽപ്പാദിപ്പിച്ച് വെച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിയുവാൻ ഉൽപ്പാദകനെയും സഹായിക്കുക എന്നതാണ് ഈ രീതിയിലുള്ള സെയിൽസ് പേഴ്സൺസിൻ്റെ ജോലി. അവരെന്ത് ചെയ്യുന്നു, അവർ ഓരോ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യകതകളെ മനസ്സിലാക്കുകയും അവരെ ആ ഉൽപ്പന്നങ്ങൾ ആ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്ന് കണ്ടെത്തുവാൻ അവരെ സഹായിക്കുന്നു. ഇതുവഴി എന്താണ് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ വ്യത്യസ്തരായിട്ടുള്ള ഉൽപ്പാദകരുടെ കൈകളിൽ നിന്ന് ശേഖരിക്കുകയും അത് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമേഴ്സിനെ കണ്ടെത്തി കസ്റ്റമേഴ്സിനെ വിറ്റുകൊടുക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഈ തരത്തിലുള്ള വ്യക്തികളെയാണ് ട്രാൻസാക്ഷൻ സെയിൽസ് പേഴ്സൺ എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ ട്രാൻസാക്ഷൻ സെയിൽസ് പേഴ്സൺ എന്ന് പറയുന്നത് റീറ്റെയിൽ ബിസിനസ് എൻവയൺമെൻറ്റിലാണ് അവർ വർത്തിക്കുന്നത്. അത് റീറ്റെയിലായിട്ടുള്ള ഇടനിലക്കാരാണ് സെയിൽസ് പേഴ്സൺസ് എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവരുടെ ആവശ്യാനുസരണം
വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയുള്ള വിപണന ഓർഡറുകൾ ശേഖരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കസ്റ്റമേഴ്സിൻ്റെ കൈകളിലേക്ക് ഉൽപ്പാദകൻ്റെ പ്രൊഡക്റ്റുകൾ വിപണനം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവരുടെ ആവശ്യങ്ങൾ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുവാനും കണ്ടെത്തുവാനും കസ്റ്റമേഴ്സിനെ സഹായിക്കുന്ന രീതിയിലുള്ള സെയിൽസ് പ്രതിനിധികളെയാണ് പ്രധാനമായിട്ടും ട്രാൻസാക്ഷൻ സെയിൽസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു സെയിൽസ് പേഴ്സൺ ആണ് റിലേഷണൽ സെയിൽസ് പേഴ്സൺ എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ സെയിൽസ് പേഴ്സൺസ് പ്രധാനമായിട്ടും ആക്ട് ചെയ്യുന്നത് റീറ്റെയിൽ ബിസിനസ് എൻവയോൺമെൻറ്റിലാണെങ്കിൽ റിലേഷണൽ സെയിൽസ് പേഴ്സൺ എവിടെയാണ് ആക്ട് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞു നോക്കാം. ദ റിലേഷണൽ സെയിൽസ് പേഴ്സൺ ട്രൈസ് ടു ബെറ്റർ റിലേഷൻ വിത്ത് കസ്റ്റമേഴ്സ്. റിലേഷണൽ സെയിൽസ് പേഴ്സൺ ഇസ് ഗുഡ് ആൻഡ് ക്വിക്ക്ലി ബിൽഡ് റാപ്പോർട്ട് വിത്ത് കസ്റ്റമേഴ്സ് ആൻഡ് ഗെറ്റ് സെയിൽസ് ബിക്കോസ് ബയർസ് ലൈക്ക് ഹിം. A rational salesperson establishes long-term relation with the customers, bring the customer back for repeated businesses. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷണൽ സെയിൽസ് പേഴ്സൺസ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചവടക്കാരൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സഹായിക്കുന്ന റിലേറ്റഡ് സെയിൽസ് പേഴ്സൺസ് അവർ കസ്റ്റമേഴ്സുമായിട്ട് ദീർഘകാല വ്യാപാര വാണിജ്യ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുവാനാണ് ശ്രമിക്കുന്നത്. അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ അഭിരുചികളും മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന വ്യത്യസ്ത ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കുകയും ഉൽപ്പന്നം വിറ്റതിന് ശേഷവും കസ്റ്റമേഴ്സുമായിട്ടുള്ള വ്യാപാര വാണിജ്യ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുവാൻ ശ്രമിക്കുകയും ചെയ്യും. അതിന് വിൽപ്പനാനന്തര സേവനങ്ങളും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സെയിൽസ് പേഴ്സൺസ് ആണ് റിലേഷണൽ സെയിൽസ് പേഴ്സൺസ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സുമായിട്ട് ആവർത്തിച്ച് വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുവാനും കസ്റ്റമേഴ്സുമായിട്ട് ദൃഢമായിട്ടുള്ള വ്യാപാര വാണിജ്യ ബന്ധം വെച്ച് പുലർത്തിക്കൊണ്ട് പോകുവാനും സഹായിക്കുന്ന ഒരു സെയിൽസ് പേഴ്സണാണ് റിലേഷണൽ സെയിൽസ് പേഴ്സൺസ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള വ്യാപാര വാണിജ്യ ബന്ധങ്ങളിൽ കൂടി കസ്റ്റമേഴ്സിനെ തിരിച്ച് തങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുവാനും അതുപോലെ അത് നിലനിർത്തിക്കൊണ്ട് പോകുവാനും ശ്രമിക്കുന്നവരാണ് റിലേഷണൽ സെയിൽസ് പേഴ്സൺസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് ക്ലോഷേഴ്സ് എന്ന് പറയുന്നത്. എ ലാർജ് നമ്പർ ഓഫ് സെയിൽസ് ഫോഴ്സ് ഇസ് ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ് ഈസ് ക്ലോഷർ. ദേ ഓൾവേസ് ട്രൈ ടു ക്ലോസ് ദ ഡീൽസ് ഓൺ സെയിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന വിപണിയിൽ വ്യാപാര പ്രവർത്തനങ്ങൾ പേഴ്സണൽ സെല്ലിംഗ് വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിൽ മിക്ക സെയിൽസ് പേഴ്സൺസ് എന്ന് പറയുന്നത് ക്ലോസ് ടൈപ്പ് രീതിയിലുള്ള സെയിൽസ് പേഴ്സൺസ് ആണ്. അവരെന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിപണനത്തിൽ വളരെയധികം അടുത്ത് നിലനിൽക്കുന്നവരും അതുപോലെ തന്നെ കസ്റ്റമേഴ്സായിട്ടും അടുത്ത് വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നവരുമാണ് ക്ലോഷർ സെയിൽസ് പേഴ്സൺസ് എന്ന് പറയുന്നത്. ഈ തരത്തിലുള്ള സെയിൽസ് പേഴ്സൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സെയിൽസ് പേഴ്സൺസ് ഒക്കെ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സുമായിട്ടുള്ള വ്യാപാര വാണിജ്യ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഈ തരത്തിലുള്ള സെയിൽസ് പേഴ്സൺസ് കസ്റ്റമേഴ്സുമായിട്ടുള്ള വ്യാപാര വാണിജ്യ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നത് രണ്ടാമതാണ്. ഏറ്റവും ആദ്യം പ്രാധാന്യം കൽപ്പിക്കുന്നത് ഉൽപ്പന്നത്തിൻ്റെ വിപണന മൂല്യം ഉൽപ്പന്നത്തിൻ്റെ വിൽപ്പന നടത്തുക, കസ്റ്റമേഴ്സുമായിട്ടുള്ള ബന്ധം പെട്ടെന്ന് അവസാനിപ്പിക്കുക. ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് അവർ വാണിജ്യ വ്യാപാര ബന്ധങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ദിസ് ടൈപ്പ് ഓഫ് സെയിൽസ് പേഴ്സൺ കോൺസ്റ്റന്റ്ലി ലീഡ് ടു കസ്റ്റമേഴ്സ് ടുവാർഡ്സ് ദ ഗോൾ ഓഫ് ക്ലോസിംഗ് ദി ഡീൽ. ഈ തരത്തിലുള്ള സെയിൽസ് പേഴ്സൺസ് എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സുമായിട്ടുള്ള ഉൽപ്പന്ന വ്യാപാര ബന്ധം പെട്ടെന്ന് നടപ്പിലാക്കുകയും അങ്ങനെ വാണിജ്യ വ്യാപാര ബന്ധങ്ങളെ പെട്ടെന്ന് പൂർത്തീകരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവരാണ്. ദ ഇമ്മീഡിയറ്റ്ലി ഗോൾ ഓഫ് സെയിൽസ് പേഴ്സൺ ഈസ് ക്ലോസിംഗ് ദ സെയിൽസ്. ദ റിലേഷൻഷിപ്പ് വിത്ത് ദ കസ്റ്റമേഴ്സ് ഈസ് സെക്കൻഡറി ഫോർ ദം. കസ്റ്റമേഴ്സുമായിട്ടുള്ള ഉൽപ്പന്ന വ്യാപാര വാണിജ്യ ബന്ധം പെട്ടെന്ന് നടപ്പിലാക്കുക. അതിനുശേഷമാണ് അവർ കസ്റ്റമേഴ്സുമായിട്ടുള്ള ഭാവിയിലുള്ള വ്യാപാര വാണിജ്യ ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ആ രീതിയിലുള്ള ബിസിനസ്സുകാരെ വിളിക്കുന്ന പേരാണ് ക്ലോസ് സെയിൽസ് പേഴ്സൺസ് എന്ന് പറയുന്നത്. ഇവരെപ്പോഴും ഒരു വ്യാപാരിയുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം വർദ്ധിപ്പിക്കുവാനും ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിലുമായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കസ്റ്റമേഴ്സുമായിട്ടുള്ള ദീർഘകാല ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിൽ ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങൾ എത്രയും പെട്ടെന്ന് വിറ്റഴിച്ച് പരമാവധി ലാഭം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നവരായിരിക്കും ക്ലോസ്ഡ് സെയിൽസ് പേഴ്സൺസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് കൺസൾട്ടൻസ് എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവർക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ വേണ്ടിയുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന രീതിയിലുള്ള സെയിൽസ് പേഴ്സൺസിനെയാണ് പ്രധാനമായിട്ടും കൺസൾട്ടൻറ്റ് സെയിൽസ് പേഴ്സൺ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. കൺസൾട്ടൻറ്റ് സെയിൽസ് പേഴ്സൺ ഹൂ നോ ഹൗ ദ ക്ലോസ് എ ഡീൽ ആൻഡ് ബിൽഡ് എ റിലേഷൻഷിപ്പ് അറ്റ് ദ സെയിം ടൈം. ഈ തരത്തിലുള്ള കൺസൾട്ടൻറ്റ് സെയിൽസ് പേഴ്സൺസ് ആയിട്ട് വർത്തിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഒരു വ്യാപാര വാണിജ്യ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതെന്നും എങ്ങനെയാണ് വാണിജ്യ വ്യാപാര ബന്ധങ്ങളെ അവസാനിപ്പിക്കേണ്ടതെന്നും പൂർത്തിയാക്കേണ്ടതെന്നുമുള്ള ഒരു ജ്ഞാനം ഉണ്ടായിരിക്കും. A consultant
patiently listen to the consumer requirements and help them to meet the requirements. Consultants have superior listening skill ആൻഡ് പേഷ്യൻസ് വിത്ത് കസ്റ്റമേഴ്സ്. അതായത് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ആവശ്യകതകളും എന്തുമാത്രമുണ്ട് എന്ന് വളരെയധികം ക്ഷമയോടുകൂടി മനസ്സിലാക്കുകയും അവരുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്നു. ആ രീതിയിൽ വർത്തിക്കുന്ന ഒരു സെയിൽസ് പേഴ്സൺസിനെയാണ് കൺസൾട്ടൻറ്റ് സെയിൽസ് പേഴ്സൺ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവർക്ക് ഉയർന്ന തലത്തിലുള്ള മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും മറ്റുള്ളവരെ കേൾക്കുവാനുമുള്ള ക്ഷമതയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ഒരു ക്ഷമയും ഉണ്ടായിരിക്കുന്നതാണ്. ആ രീതിയിലുള്ള സെയിൽസ് പേഴ്സൺസാണ് പ്രധാനമായിട്ട് കൺസൾട്ടൻറ്റ് സെയിൽസ് പേഴ്സൺസായിട്ട് ആക്ട് ചെയ്യുന്നത്. അവരെന്ത് ചെയ്യുന്നു? കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ആവശ്യങ്ങളെയും അഭിരുചികളെയും മനസ്സിലാക്കുകയും അത് ക്ഷമാപൂർവ്വം കേട്ടു നിൽക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പറ്റിയ ഉൽപ്പന്നങ്ങളെ അവർക്ക് തിരഞ്ഞെടുക്കുന്നതിലും സഹായിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് കൺസൾട്ടൻറ്റ് സെയിൽസ് പേഴ്സൺസ് എന്ന് പറയുന്നത്. ഇവർക്ക് കസ്റ്റമേഴ്സായിട്ട് നല്ല ദീർഘകാല വ്യാപാര വാണിജ്യ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുവാനും കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്ന തരത്തിൽ ഉൽപ്പന്നങ്ങളുടെ വിപണനം നടത്തുവാനും സാധിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് നമ്മൾ പേഴ്സണൽ സെല്ലിങ്ങിൽ വ്യക്തിഗത വിൽപ്പനയിൽ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്, നിയമ നടപടികൾ എന്തൊക്കെയാണെന്നാണ് പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് കസ്റ്റമർ സെൻറ്റേഡ് അപ്രോച്ച് ആയിരിക്കണം അവലംബിക്കേണ്ടത് വിപണന വാണിജ്യ രംഗത്ത്. അതായത് പേഴ്സണൽ സെല്ലിംഗ് മെത്തേഡ് പ്രധാനമായിട്ടും അവലംബിക്കേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് കസ്റ്റമർ സെൻറ്റേഡ് അപ്രോച്ച് ആയിരിക്കണം. അതായത് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളിലും അതുപോലെ തന്നെ കസ്റ്റമർ സേവന രംഗങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതിയിലായിരിക്കണം പ്രധാനമായിട്ടും വിപണന വാണിജ്യ രംഗങ്ങൾ അവലംബിക്കേണ്ടത്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓൾ പേഴ്സണൽ സെല്ലിംഗ് എഫോർട്ട് മസ്റ്റ് ബി കസ്റ്റമർ സെൻറ്റേഡ്. അതായത് പേഴ്സണൽ സെല്ലിംഗ് മെത്തേഡിൽ എല്ലാ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളും കസ്റ്റമേഴ്സിനെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലും കസ്റ്റമേഴ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏകീകരിക്കുന്ന രീതിയിലുമായിരിക്കണം പ്രധാനമായിട്ടും ഇത് നടത്തേണ്ടത്. അതായത് കസ്റ്റമേഴ്സിനെ ഉപഭോക്താക്കളെ ഒന്നിപ്പിച്ച് കൊണ്ടല്ല അല്ലെങ്കിൽ തന്നെ കസ്റ്റമേഴ്സിൽ ശ്രദ്ധ കൂടുതൽ നൽകിക്കൊണ്ടുള്ള രീതിയിലുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളായിരിക്കണം പ്രധാനമായിട്ടും എവിടെ നടത്തേണ്ടത്? പേഴ്സണൽ സെല്ലിംഗ് മെത്തേഡിൽ നടത്തേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം എന്താണ് പറഞ്ഞേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ in customer-centric approach, the sales force are not trying to manipulate the benefit of the product to meet the need of the customers. അതായത് കസ്റ്റമേഴ്സിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളിൽ ഒരിക്കലും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സഹായിക്കുന്ന സെയിൽസ് ഫോഴ്സ് ഉൽപ്പന്നങ്ങളുടെ നേട്ടങ്ങളും സവിശേഷതകളും എടുത്തു പറഞ്ഞുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയില്ല. കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുകയും കസ്റ്റമേഴ്സിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് വിലയിരുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനു വേണ്ടിയുള്ള ഒരു പരിഹാര മാർഗം നിർദ്ദേശിക്കുകയും ചെയ്യുന്ന രീതിയിലായിരിക്കണം പേഴ്സണൽ സെല്ലിംഗ് വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തേണ്ടത്. അതാണ് പ്രധാനമായിട്ടും തൊട്ട് താഴേക്ക് പറയുന്നത്. But trying to determine what the customer want to and match an appropriate solution to the problem. For the salesperson must understand the customer first and then serve him with the product exactly match with his requirements. അതായത് ഒരിക്കലും എന്താണ് കസ്റ്റമേഴ്സിൽ ഏകീകൃതമായിട്ടുള്ള ഒരു വിൽപ്പന വ്യാപാര രീതിയാണെന്ന് പറയുന്നത് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് നടത്തപ്പെടുന്ന ഒരു വാണിജ്യ വ്യാപാര പ്രവർത്തനമാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ എന്തെന്നും അവരുടെ പ്രശ്നങ്ങൾ എന്തെന്നും മനസ്സിലാക്കി വേണം എന്ത് ചെയ്യാൻ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ നടത്തുവാൻ. ഒരിക്കലും ഒരു സെയിൽസ് ഫോഴ്സും ഒരു സെയിൽസ് പ്രതിനിധികളും അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിഞ്ഞു പോകാൻ വേണ്ടി ഉൽപ്പന്നങ്ങളുടെ നേട്ടങ്ങളും സവിശേഷതകളും എടുത്തുയർത്തിക്കൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയില്ല. ആ രീതിയിലുള്ള ഒരു വാണിജ്യ വ്യാപാര പ്രവർത്തനമല്ല പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. പിന്നെയോ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഡിമാൻഡ്സ് എന്തൊക്കെയാണ്, അവരുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇവയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു സൊല്യൂഷനായിട്ട് ഒരു പരിഹാര മാർഗമായിട്ടായിരിക്കും പേഴ്സണൽ സെല്ലിംഗ് മെത്തേഡ് ആക്ട് ചെയ്യുന്നത്. കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളെ അറിഞ്ഞുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളെയും അവരുടെ പ്രശ്നങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ ആ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുകയും
അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളെയും പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ പറ്റുമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു വ്യാപാര വാണിജ്യ പ്രവർത്തനമാണ് പേഴ്സൺ സെല്ലിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് പേഴ്സൺ സെല്ലിങ്ങിൽ ആദ്യം കസ്റ്റമേഴ്സ് എന്താണ്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. അവരുടെ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഉൽപ്പന്നങ്ങളെ ആയിരിക്കണം വിൽപ്പനയ്ക്ക് വേണ്ടി സെയിൽസ് ഫോഴ്സ് പേഴ്സൺ സെല്ലിംഗ് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളിൽ നിർദ്ദേശിക്കേണ്ടത്. ആ തരത്തിൽ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണനമായിരിക്കണം പേഴ്സൺ സെല്ലിംഗ് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. ഇതാണ് ഫസ്റ്റ് പാലിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കുകയും അവരുമായിട്ട് ഇടപഴകിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങളെയും പ്രശ്നങ്ങളെയും എന്തൊക്കെയെന്ന് അറിയുകയും അവയെ പരിഹരിക്കാൻ വേണ്ടിയുള്ള പരിഹാര മാർഗമായിട്ടായിരിക്കണം പേഴ്സൺ സെല്ലിങ്ങിൽ ഉൽപ്പന്നങ്ങളുടെ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. ഇനി മറ്റൊരു കാര്യമാണ് ബിൽഡിംഗ് റിലേഷൻ എന്ന് പറയുന്നത്. അതായത് കസ്റ്റമേഴ്സുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളായിരിക്കണം പ്രധാനമായിട്ടും നടത്തേണ്ടത്. ബിൽഡിംഗ് എ സ്ട്രോങ് റിലേഷൻ വിത്ത് കസ്റ്റമേഴ്സ് is another major principles of person selling. This will help to companies to make repeated dealings with the customers. Salesforce has maintained profitable long-term relationship with the customers, creating superior customer value and satisfaction. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സൺ സെല്ലിംഗ് മെത്തേഡിൽ പാലിക്കേണ്ട രണ്ടാമത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സുമായിട്ട് ദീർഘകാല വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി കസ്റ്റമേഴ്സുമായിട്ട് നല്ല രീതിയിലുള്ള വാണിജ്യ വ്യാപാര ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പേഴ്സൺ സെല്ലിങ്ങിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അതിന് കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിലുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങളും സേവനങ്ങളും കസ്റ്റമേഴ്സിന് വിപണനം ചെയ്യുക. തൽഫലമായിട്ട് കസ്റ്റമേഴ്സ് വീണ്ടും കസ്റ്റമേഴ്സിന് ഉൽപ്പന്നങ്ങൾ വിറ്റതിന് ശേഷവും വിൽപ്പനാനന്തര സേവനങ്ങൾ പ്രദാനം ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവഴി കസ്റ്റമേഴ്സുമായിട്ട് നമുക്ക് ദീർഘകാല വ്യാപാര വാണിജ്യ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതുവഴി എന്താണ് കമ്പനിക്കും കസ്റ്റമേഴ്സിനും കമ്പനിക്ക് ലാഭവും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ക്വാളിറ്റിയുള്ള സാധനങ്ങൾ സേവനം ലഭിക്കുകയും ചെയ്യും. ഈ തരത്തിലുള്ള ഒരു വ്യക്തിഗത വിൽപ്പനാ ബന്ധമാണ് ഈ രീതിയിലുള്ള ഒരു വ്യാപാര വാണിജ്യ ബന്ധം എവിടെ നിലനിർത്തിക്കൊണ്ട് പോകണം, പേഴ്സൺ സെല്ലിംഗ് മെത്തേഡിൽ നിലനിർത്തിക്കൊണ്ട് പോകണം. ഇനി മറ്റൊരു കാര്യമാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും എല്ലാ കാര്യങ്ങളും പ്രൊഫഷണൽ രീതിയിലായിരിക്കണം എല്ലാ വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളും കണ്ടക്ട് ചെയ്യേണ്ടത്. അതാണ് തൊട്ട് താഴേക്ക് പറഞ്ഞേക്കുന്നത്. പേഴ്സൺ സെല്ലിംഗ് മസ്റ്റ് ബി ആൻ എഫക്റ്റീവ് ആൻഡ് equally beneficial both the companies and the customer. It should be one of the exclusively meant for benefit of the company. The customer should get the right product and the company should get sufficient profit. അതായത് ഈ പേഴ്സൺ സെല്ലിംഗ് വാണിജ്യ വ്യാപാര പ്രവർത്തനം എന്ന് പറയുന്നത് രണ്ട് രീതിയിലുള്ള ആളുകൾക്കും തുല്യ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വ്യാപാര വാണിജ്യ ബന്ധമാണ്. കസ്റ്റമേഴ്സിന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ക്വാളിറ്റിയുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭിക്കുന്നു. കമ്പനിക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ശരിയായ കസ്റ്റമേഴ്സിന് ലഭിക്കുകയും ആ കസ്റ്റമേഴ്സുമായിട്ട് ദീർഘകാല വാണിജ്യ വ്യാപാര ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ലാഭം ഉണ്ടാക്കുവാനും സാധിക്കുകയും ചെയ്യും. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി എക്സിക്യൂട്ടഡ് ദ പ്രൊഫഷണൽ മാനർ വിച്ച് ഫ്രീ ഫ്രം ഓൾ anomalies. The sales force has to use truthful, non-manipulative tactics to satisfy long-term needs both the customer and selling firm. പ്രധാനമായിട്ടും പേഴ്സൺ സെല്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള ആളുകൾക്കും ഉൽപ്പന്നം വിൽക്കാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാർക്കും ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിനും രണ്ടുപേർക്കും പ്രയോജനകരമായ രീതിയിലുള്ള ഒരു വാണിജ്യ വ്യാപാര പ്രവർത്തനമാണ് പേഴ്സൺ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള വ്യാപാര പ്രവർത്തനങ്ങളെ വെച്ച് നോക്കുമ്പോൾ അവയ്ക്കൊക്കെയുള്ള പോരായ്മകളെയെല്ലാം നികത്തിക്കൊണ്ടുള്ള ഒരു പ്രൊഫഷണൽ മാതൃകയിലുള്ള ഒരു വ്യാപാര വാണിജ്യ പ്രവർത്തനമാണ് പേഴ്സൺ സെല്ലിംഗ് എന്ന് പറയുന്നത്. അതായത് കസ്റ്റമേഴ്സുമായിട്ട് നേരിട്ട് ഇടപെട്ട് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുവാനും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഏത് ഉൽപ്പന്നമാണ് അവരുടെ ആവശ്യങ്ങളെ മികച്ച രീതിയിൽ പൂർത്തിയാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരുമായിട്ട് കസ്റ്റമേഴ്സിനെ പരമാവധി സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലും അതുപോലെ തന്നെ പരമാവധി കമ്പനിയുടെ ആ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സുകാരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ശരിയായ കസ്റ്റമേഴ്സിനെ കണ്ടെത്തിക്കൊണ്ട് ദീർഘകാലഘട്ടത്തേക്കുള്ള ഒരു വാണിജ്യ വ്യാപാര ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുവാനും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ വാണിജ്യ വ്യാപാര ബന്ധമാണിതെന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ പേഴ്സൺ സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സ്ഥലത്തും ഒരു പ്രൊഫഷണലിസം എവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ടും
ഒരു പ്രൊഫഷണൽ തന്ത്രങ്ങളും അതുപോലെ തന്നെ പ്രൊഫഷണൽ പ്ലാനുകളും പ്രത്യേകം എവിടെ ഉണ്ടായിരിക്കണം, പേഴ്സൺ സെല്ലിംഗ് മെത്തേഡിൽ ഉണ്ടായിരിക്കണം. കസ്റ്റമേഴ്സിൻ്റെയും അതുപോലെ തന്നെ കമ്പനികളുടെയും ആവശ്യകത അനുസരിച്ചുകൊണ്ടും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി കൃത്രിമമല്ലാത്തതും അതുപോലെ തന്നെ എന്താണ് മെനഞ്ഞു കൂട്ടിയതുമായിട്ടുള്ള ഫ്രോഡായിട്ടുള്ള ഫ്രോഡായിട്ടുള്ള വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളല്ല ഇവിടെ നടത്തുന്നത്, പേഴ്സൺ സെല്ലിംഗ് നടത്തുന്നത്. പിന്നെയോ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി സത്യസന്ധമായ രീതിയിൽ കൃത്രിമമില്ലാത്ത രീതിയിൽ വ്യാപാര വാണിജ്യ തന്ത്രങ്ങൾ മെനയുന്നതിനും അതുപോലെ തന്നെ എന്താണ് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സ് വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി കസ്റ്റമേഴ്സിൻ്റെ ആവശ്യകതകൾ എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ടും അവരുടെ ആവശ്യകതകൾ പൂർത്തിയാക്കാൻ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് സാധിക്കുമെന്ന് സത്യസന്ധമായ രീതിയിലും അതുപോലെ തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു രീതിയിലുള്ള വാണിജ്യ വ്യാപാര ബന്ധമാണ് പേഴ്സൺ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇതുവഴി എന്താണ് ഉപഭോക്താവിൻ്റെയും അതുപോലെ തന്നെ ഉൽപ്പാദകൻ്റെയും ദീർഘകാലഘട്ടത്തിലേക്കുള്ള വ്യാപാര വാണിജ്യ ആവശ്യങ്ങൾ നിറവേറ്റുവാനും അത് നിലനിർത്തിക്കൊണ്ട് പോകാനും രണ്ടുപേർക്കും സാധിക്കും. പിന്നെ മറ്റൊരു കാര്യമാണ് എഫക്റ്റീവ് ഓർഗനൈസേഷൻ. ശരിയായ രീതിയിലുള്ള ഒരു ഓർഗനൈസേഷൻ, ശരിയായ രീതിയിലുള്ള ഒരു കൺട്രോൾ എവിടെ ഉണ്ടായിരിക്കണം, പേഴ്സൺ സെല്ലിംഗ് മെത്തേഡിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഫലപ്രദമായ രീതിയിൽ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഒരുമിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനും സാധിച്ചിട്ടുണ്ടാകണം. അപ്പോൾ വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഒരുമിച്ച് കൂട്ടി ഫലപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടാകണം പേഴ്സൺ സെല്ലിംഗ് മെത്തേഡിൽ. അതാണ് തൊട്ട് താഴേക്ക് പറയുന്നത്. എന്താണ് പറഞ്ഞേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവ് ഓർഗനൈസേഷൻ ഇസ് റിക്വയർഡ് ടു സെറ്റിംഗ് ദ ഡെയിലി സെയിൽസ് ഗോൾസ് ആൻഡ് ആക്ടിവിറ്റീസ്, ഡോക്യുമെൻറ്റേഷൻ ഓഫ് കസ്റ്റമേഴ്സ് ഡീറ്റെയിൽസ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് കസ്റ്റമർ മീറ്റിംഗ്. Deorganization may result of lost deals and sales opportunities. It can cause of lack of preparation of sales meeting, which can disturb the clients and result is higher stress. Okay, അതായത് ശരിയായ രീതിയിൽ ബിസിനസ്സിൻ്റെ ദൈനംദിന വ്യാപാര പ്രവർത്തനങ്ങളിലുള്ള ലക്ഷ്യങ്ങൾ ക്രമീകരിച്ച് കഴിഞ്ഞാൽ മാത്രമേ ബിസിനസ്സിൻ്റെ വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് നടക്കുകയുള്ളൂ. അതുകൊണ്ടെന്താണ് ദൈനംദിന ബിസിനസ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി, വിൽപ്പന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ദൈനംദിന ബിസിനസ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നടത്തേണ്ടതെന്ന് ക്രമീകരിക്കുക. അതുകൂടാതെ തന്നെ ഓരോ ദിവസവും മീറ്റ് ചെയ്യേണ്ട കസ്റ്റമേഴ്സിനെ പറ്റിയുള്ള മുൻകൂട്ടി ഉള്ള ഒരു പദ്ധതി തയ്യാറാക്കുക. കസ്റ്റമേഴ്സിൻ്റെ സമയത്ത് തന്നെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുക. ഇതുകൂടാതെ തന്നെ ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് മുൻകൂട്ടി നിശ്ചയിക്കുക. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ബിസിനസ്സിൻ്റെ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് നടക്കാൻ പറ്റുകയുള്ളൂ. കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളെ ഫലപ്രദമായ രീതിയിൽ ബിസിനസ്സുകാർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും കാരണവശാൽ ബിസിനസ്സിൻ്റെ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളും ബിസിനസ്സിൻ്റെ ദൈനംദിന വിൽപ്പന ലക്ഷ്യങ്ങളെയും ശരിയായ രീതിയിൽ ക്രമീകരിക്കാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ അത് ബിസിനസ്സിൽ അച്ചടക്കം ബിസിനസ്സിൻ്റെ സെയിൽസ് അത് നഷ്ടപ്പെട്ടു പോകുവാനും അതുപോലെ തന്നെ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ അവരുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്നു ബിസിനസ്സുകാർക്ക്. തൽഫലമായിട്ട് ബിസിനസ്സിൽ നഷ്ടമുണ്ടാകുവാനും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെട്ടു പോകുവാനുമുള്ള സാഹചര്യം ഉണ്ടായേക്കാം. ഇത് ബിസിനസ്സിൽ വലിയ രീതിയിൽ സ്ട്രെസ് ഉണ്ടാകുവാനും അതുപോലെ തന്നെ വലിയ രീതിയിൽ വാണിജ്യ വ്യാപാര സമ്മർദ്ദം ഉണ്ടാകുവാനും കാരണമായി മാറും. ഓക്കെ, അപ്പോൾ ബിസിനസ്സിൻ്റെ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളെയും ബിസിനസ്സിൻ്റെ ബിസിനസ്സിൻ്റെ ദിവസേന നടക്കുന്ന എല്ലാ വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളെയും കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്നതും ശരിയായ രീതിയിൽ മുൻകൂട്ടി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാകണം. അതുകൂടാതെ തന്നെ ബിസിനസ്സിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ശരിയായ ദിശയിൽ ഏകോപിപ്പിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ബിസിനസ്സിന് ഫലപ്രദമായ രീതിയിൽ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ബിസിനസ്സിൻ്റെ എല്ലാ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളും ശരിയായ ദിശയിലും ശരിയായ രീതിയിലും ഏകോപിപ്പിച്ചുകൊണ്ട് ബിസിനസ്സിൻ്റെ ദൈനംദിന വിൽപ്പന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നതാണ് പേഴ്സൺ സെല്ലിങ്ങിലെ അടുത്തൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്. എഫക്റ്റീവ് ഓർഗനൈസേഷൻ ഫലപ്രദമായ രീതിയിൽ ബിസിനസ്സിൻ്റെ എല്ലാ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുക. ബിസിനസ്സിൻ്റെ ദൈനംദിന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, വിൽപ്പന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് നേടിയെടുക്കേണ്ടതെന്ന് അറേഞ്ച് ചെയ്യുക. കസ്റ്റമേഴ്സുമായിട്ടുള്ള ഇടപാടുകൾ ഓരോ ദിവസവും മീറ്റ് ചെയ്യേണ്ടത്, ഓരോ ദിവസവും പൂർത്തീകരിക്കേണ്ടത് ഏതൊക്കെയെന്ന് ഫലപ്രദമായ രീതിയിൽ മുൻകൂട്ടി നിശ്ചയിക്കുക. അതുപ്രകാരം ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക. അല്ലാതെ വരുമ്പോൾ ബിസിനസ്സിൻ്റെ
ബിസിനസ്സിൻ്റെ വിൽപ്പന ലക്ഷ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാനും ബിസിനസ്സിൻ്റെ ക്ലയൻറ്റുകളെ കസ്റ്റമേഴ്സിനെ ശരിയായ രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കാതെ വരികയും ഇത് ബിസിനസ്സിൻ്റെ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളിൽ കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കുവാൻ സാധിക്കുകയും കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് കൺസ്യൂമർ സെല്ലിംഗ് എന്ന് പറയുന്നത്. കൺസൾട്ടീവ് സെല്ലിംഗ്. എന്താണ് കൺസൾട്ടീവ് സെല്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഹെൽപ്പിംഗ് ദ കസ്റ്റമേഴ്സ് ടു മീറ്റ് ദെയർ നീഡ്സ് ബൈ യൂസിങ് പ്രൊഡക്റ്റ് സർവീസ് എക്സ്പെർട്ടൈസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ദ സെയിൽസ്മാൻ ആക്ടേഴ്സ് ആൻഡ് കൺസൾട്ടൻറ്റ് ആൻഡ് ഹെൽപ്പിംഗ് ദി കസ്റ്റമേഴ്സ് ചൂസ് ദ റൈറ്റ് പ്രൊഡക്റ്റ്. അതായത് പേഴ്സണൽ സെല്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വ്യക്തിഗത വിൽപ്പന പ്രവർത്തനമാണ്. അല്ലെങ്കിൽ എന്താണ്, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരനും കസ്റ്റമേഴ്സും നേരിട്ടുള്ള ഒരു വാണിജ്യ വ്യാപാര പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ഈ രീതിയിൽ നടക്കുന്ന വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ബിസിനസ്സുകാരനും തമ്മിൽ ദൃഢമായിട്ടുള്ളൊരു വാണിജ്യ വ്യാപാര ബന്ധം ഉണ്ടായിരിക്കണം. അതിനെ സഹായിക്കുന്ന ഒന്നാണ് കൺസൾട്ടീവ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ബിസിനസ്സുകാരായിട്ടുള്ള ബിസിനസ്സിലെ സെയിൽസ് ഫോഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പേഴ്സണൽ സെല്ലിങ്ങിൽ ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നം വിറ്റഴിക്കാൻ സഹായിക്കുന്ന വിൽപ്പന പ്രതിനിധികൾ അഥവാ സെയിൽസ് പ്രതിനിധികൾ എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും അവരുടെ ആവശ്യങ്ങളെ ആരായുകയും അവരുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ ഉപയോഗ രീതിയും അതിൻ്റെ നേട്ടങ്ങളും അതിൻ്റെ സവിശേഷതകളും എന്തൊക്കെയാണ് എന്നും അത് ഉപയോഗിക്കേണ്ട വശം എങ്ങനെയാണ് എന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ എന്തെന്ന് ആരായുകയും അതിന് ഒത്ത സൊല്യൂഷൻ, അതിനുള്ള പരിഹാരം എന്തെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ആ രീതിയിലായിരിക്കണം പ്രധാനമായിട്ടും ബിസിനസ്സുകാർ ആക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഉൽപ്പന്നങ്ങൾ വിറ്റ് കഴിഞ്ഞാലും കസ്റ്റമേഴ്സിന് ഏതെങ്കിലും തരത്തിൽ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ സേവനം പ്രദാനം ചെയ്യുക. ഈ തരത്തിൽ കസ്റ്റമേഴ്സുമായിട്ട് നല്ല രീതിയിലൊരു വാണിജ്യ വ്യാപാര ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ബിസിനസ്സുകാർ വെച്ച് പുലർത്തേണ്ടത് ആവശ്യമാണ്. ഇതുകൂടാതെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ശരിയായ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുവാനും അവരെ സഹായിക്കാൻ വേണ്ടിയും ഒരു വിൽപ്പന പ്രതിനിധികൾ ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന യഥാർത്ഥ ഉൽപ്പന്നങ്ങൾ തന്നെ, അതായത് അവരുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്ന യഥാർത്ഥ ഉൽപ്പന്നങ്ങൾ തന്നെ അവർക്ക് വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ തരത്തിൽ കസ്റ്റമേഴ്സുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ട് വേണം എന്ത് ചെയ്യാൻ, വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങൾ കണ്ടക്ട് ചെയ്യുവാൻ. ഇനി മറ്റൊരു കാര്യമാണ് ബെറ്റർ കസ്റ്റമർ നോളജ്. അതായത് കസ്റ്റമേഴ്സിനെ പറ്റിയുള്ള ശരിയായ ഒരു അറിവ് ആർക്കുണ്ടായിരിക്കണം, ബിസിനസ്സുകാർക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. മറ്റൊരു കാര്യമാണ് ഇൻഫർമേഷൻ അബൌട്ട് ദ കസ്റ്റമേഴ്സ് ഷുഡ് ബി ഗാതേർഡ് ഓവർ ടൈം ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ്. ദിസ് ഹെൽപ്സ് ദ സെയിൽസ് പേഴ്സൺ ടു ഡിറ്റർമൈൻ കസ്റ്റമർ നീഡ് ടു ബെറ്റർ ആൻഡ് സെർവ് ദം. അതായത് ഒരു ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന വ്യത്യസ്തരായിട്ടുള്ള കസ്റ്റമേഴ്സിനെ പറ്റിയുള്ള അറിവ് വ്യത്യസ്തമായിട്ടുള്ള റിസോഴ്സുകളിൽ നിന്നും ശേഖരിക്കേണ്ടത് സെയിൽസ്മാനായിട്ടുള്ള ആളുടെ ചുമതലയാണ്. എങ്കിൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, അയാൾക്ക് ആ ഉൽപ്പന്നങ്ങൾ യഥാസമയവും യഥാർത്ഥ കസ്റ്റമേഴ്സിനെ കണ്ടെത്തി ശരിയായ സമയത്ത് വിറ്റഴിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ വ്യത്യസ്തരായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ആവശ്യകതകൾ അനുസരിച്ചുകൊണ്ട് അവരെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻസ് ആര് ശേഖരിച്ച് വെക്കേണ്ടതുണ്ട്, സെയിൽസ് പേഴ്സൺസ് ശേഖരിച്ച് വെക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ സെയിൽസ് പേഴ്സൺസിന് ആ ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങൾ ശരിയായ സമയത്ത് വിപണനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ എന്താണ് ഉൽപ്പാദകനും ഗുണങ്ങളുണ്ട്. ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങൾ ശരിയായ സമയത്ത് വിപണനം ചെയ്യുവാനും അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്ക് അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ഓരോരോ വ്യാപാര വാണിജ്യ ആവശ്യങ്ങളുണ്ടാകുമ്പോൾ അത് നിറവേറ്റുന്ന ഉൽപ്പന്നങ്ങളുടെ ലഭ്യത കൃത്യമായി കിട്ടുവാനും ഇത് സാഹചര്യമൊരുക്കുന്നു. തലഫലമായിട്ട് എന്താണ്, സെയിൽസ് പേഴ്സൺസിന് ഈ തരത്തിൽ വിവരങ്ങൾ ശേഖരിച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങൾ ശരിയായ സമയത്ത് ശരിയായ കസ്റ്റമേഴ്സിൻ്റെ കൈകളിലേക്ക് എത്തിക്കുവാനും ഉപഭോക്താക്കളായിട്ടുള്ള ആളുകളുടെ ആവശ്യങ്ങളെ ശരിയായ സമയത്ത് പൂർത്തീകരിക്കുവാനും സാധിക്കുന്നു. തലഫലമായിട്ട് എന്താണ്, വലിയ ദീർഘകാലഘട്ടത്തേക്കുള്ള ഒരു വാണിജ്യ വ്യാപാര ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ സെയിൽസ് പേഴ്സൺ ഇതുകൊണ്ട് സാധ്യമാകുന്നു. പിന്നെ മറ്റൊരു കാര്യമാണ് കസ്റ്റമർ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
എപ്പോഴാണ് വ്യക്തിഗത വിൽപ്പന വ്യാപാരം വിജയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപ്പാദകന് ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങളെ ഫലപ്രദമായ രീതിയിൽ പൂർത്തീകരിക്കുവാനും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നൽകാൻ സാധിക്കുമ്പോഴാണ് പ്രധാനമായിട്ടും വ്യക്തിഗത വിൽപ്പന ലാഭത്തിലെത്തുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കുന്നതെന്ന് പറയുന്നത്. അത് തന്നെയാണ് പ്രധാനമായിട്ടും ഇങ്ങോട്ട് പറയുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ഓറിയൻറ്റേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സെയിൽസ് ഫോഴ്സ് ഹാസ് ഗീവ് മാക്സിമം പോസിബിൾ ഇമ്പോർട്ടൻസ് ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദി കസ്റ്റമേഴ്സ്. ദേ ഹാവ് ടു ട്രീറ്റ് കസ്റ്റമർ നീഡ്സ് ദെയർ ഓൺ. അതായത് സെയിൽസ് ഫോഴ്സിന്, അതായത് ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സഹായിക്കുന്ന സെയിൽസ് ഫോഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽപ്പന പ്രതിനിധികൾ അവർ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾക്കായിരിക്കണം കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളെ തങ്ങളുടെ ആവശ്യമെന്ന രീതിയിൽ എടുത്തുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ. അവർ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സിനെ കൊണ്ട് തിരഞ്ഞെടുപ്പിക്കുവാൻ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് നൽകുവാൻ. ആ തരത്തിൽ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളെ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ ബിസിനസ്സുകാർക്ക് സാധിച്ചു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സുമായിട്ട് ദീർഘകാല ഒരു വാണിജ്യ വ്യാപാര ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നു. ആ രൂപത്തിൽ നടക്കപ്പെടുന്ന വാണിജ്യ വ്യാപാര ബന്ധത്തിന് വളരെയധികം ദീർഘായുസ് ഉണ്ടാവുകയും അതുപോലെ തന്നെ വളരെയധികം വിജയം ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ വ്യക്തിഗത വിൽപ്പന എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകളുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്ന രീതിയിൽ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിലായിരിക്കണം നൽകപ്പെടേണ്ടത്. ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളെ അവരുടെ ആവശ്യങ്ങൾ എന്ന രൂപേണ എടുത്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റാൻ ഫലവത്തായ ഉൽപ്പന്നങ്ങളായിരിക്കണം അവർക്ക് സജസ്റ്റ് ചെയ്യേണ്ടതും അവരെ കൊണ്ട് വാങ്ങുവാൻ പ്രേരിപ്പിക്കേണ്ടതും. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ഫോക്കസ്ഡ് സെയിൽസ് ഡയലോഗ്. അതായത് കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകളെ ആകർഷിക്കുന്ന തരത്തിലായിരിക്കണം, അല്ലെങ്കിൽ അവരിൽ കൂടുതൽ വിപണന ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളായിരിക്കണം പ്രധാനമായിട്ടും ബിസിനസ്സിൻ്റെ വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. അതാണ് സെയിൽസ് ഡയലോഗ് ഷുഡ് ബി കസ്റ്റമർ ഫോക്കസ്ഡ്, ദേ ഹാവ് ക്ലിയർ പർപ്പസ്. അതായത് ഈ ഒരു വ്യക്തിഗത വിൽപ്പന വാണിജ്യ പ്രവർത്തനത്തിൽ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും അത് ആരായുകയും ചെയ്യുന്ന തരത്തിലായിരിക്കണം ഓരോ സംഭാഷണ ശകലങ്ങളും രൂപവൽക്കരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കുവാനും അതിനുള്ള പരിഹാരങ്ങൾ കൃത്യമായ സമയത്ത് നിർദ്ദേശിക്കുവാനും സാധിക്കുകയുള്ളൂ. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അഡാപ്റ്റീവ് സെല്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി എബിലിറ്റി ടു സെയിൽസ് പീപ്പിൾ ടു alter their sales message and behavior as they encounter different sales situation. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് വിൽപ്പന വ്യാപാര തന്ത്രങ്ങൾ രൂപവൽക്കരിക്കാൻ സാധിച്ചിട്ടുണ്ടാകണം. അതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. സാധനങ്ങളും സേവനങ്ങളും വിറ്റഴിക്കാൻ സഹായിക്കുന്ന സെയിൽസ് പേഴ്സൺസ് അവർ ഫേസ് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ വ്യത്യസ്തരായിട്ടുള്ള കസ്റ്റമേഴ്സിനെ ആയിരിക്കും. അപ്പോൾ ഓരോ കസ്റ്റമേഴ്സിൻ്റെയും ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുവാനും അവരെ കൊണ്ട് വ്യത്യസ്ത താല്പര്യകക്ഷികളായിട്ടുള്ള കസ്റ്റമേഴ്സിനെ കൊണ്ട് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള വിൽപ്പന സന്ദേശങ്ങളും വിൽപ്പന സംഭാഷണങ്ങളും രൂപവൽക്കരിക്കാൻ കഴിവുള്ളവരായിരിക്കണം സെയിൽസ് പേഴ്സൺസ് എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ പേഴ്സൺ സെല്ലിംഗ് മെത്തേഡ് വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്രയുമാണ് ഈ തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് പ്രധാനമായിട്ടും പേഴ്സൺ സെല്ലിംഗ് മെത്തേഡുകൾ അവലംബിക്കേണ്ടത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെയിൽസ് മാനേജ്മെൻറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും പഠിച്ചേക്കുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.